എടുത്തുള്ളിൽ ഈ ശ്രദ്ധ പരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാധനം അറിയിച്ചിരുന്നു. കാലങ്ങളും കാലഗതികളുമെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐക്യത്തിന്റെ ലോകസംഭവങ്ങൾ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ഒരു കൈയിൽ വർത്തമാന പത്രവും മറുകൈയിൽ ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളും വെച്ച് പരിശോധിച്ചാൽ ഇന്ന് നടക്കുന്ന സംഭവവികാസങ്ങളൊന്നും ആകസ്മികമല്ല എന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ലോകം വിശാലമാണ്. ഇതിന്റെ ചരിത്രം പ്രകടമാണ്. നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. അതുകൊണ്ടാണ് ദൈവഗ്രന്ഥമായ സത്യഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ പ്രകാരമാണ് പറയുന്നത്, 7 10 ഏറെ 80 മാത്രം മേലും ആയുസ് കഴിഞ്ഞാൽ കഷ്ടത മാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 70 80 വയസ്സ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യ ജീവിതത്തെ കുറിച്ച് പരിശോധിച്ചാൽ 365 ദിവസമാണ് ഒരു വർഷമെന്നിരിക്കെ 365 × 70 സമം 25,550 ദിവസമേ ഉള്ളൂ. 80 വയസ്സൊരു വ്യക്തി ഭൂമി ജീവിച്ചുവെന്ന് പറഞ്ഞാൽ 29,200 ദിവസമേ ഉള്ളൂ. അതിലും പകുതി രാത്രിയായി പോകും പ്രിയനെ. ഇങ്ങനെ 25,550 ദിവസം കൊണ്ട് 70 വയസ്സ് ജീവിക്കണമെങ്കിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം 5-ാം തലത്തിലെത്തണം. എന്നാൽ ഇന്നത്തെ വർത്തമാന പത്രം പരിശോധിച്ചാൽ 5-ാം തലത്തിലെത്താതെ എത്രയോ പേരാണ് മരണം വഴി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? മരണത്തിനപ്പുറം മനുഷ്യനൊരു ന്യായവിധി ഉണ്ടോ? മരണത്തിനപ്പുറം ഒരു സ്വർഗമുണ്ടോ? മരണത്തിനപ്പുറം ഒരു നരകമുണ്ടോ? മരിച്ചവർ മടങ്ങി വരുമോ? ഇത്യാദി ചോദ്യങ്ങൾ എല്ലാ മാനവ ഹൃദയങ്ങളിലുമുണ്ട്. കാരണം ജീവിച്ച് കൊതിതീരാത്ത മനുഷ്യൻ. നമുക്കറിയാം, പ്രഗത്ഭന്മാരായ പലരും മരിച്ചു പോയപ്പോൾ വയനാടിന്റെ ഗാനങ്ങൾ വെക്കി നമ്മൾ കേട്ടതാണ്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഇത്രമാത്രം കഷ്ടം നിറഞ്ഞതും അവരുടെ അഴിമതിയും അക്രമവും അരാജകത്വമുള്ള ലോകമെങ്കിലും മനുഷ്യന്റെ ആഗ്രഹം ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടി കൂടുതൽ ജീവിക്കണമെന്ന്. 25,550 ദിവസം ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവർത്തിക്കാനിരിക്കുന്ന സമയം എന്ന് പറയുന്നത് കേവലം പകുതി മാത്രമാണ്. പകുതി നാം ഉറങ്ങിപ്പോകും. അതിൽ ശൈശവം 5 വർഷം പോയി, അതുപോലെ തന്നെ ബാല്യം 5 വർഷം പോയി, 7 വർഷം കൗമാരവും പോയി കഴിഞ്ഞാൽ പ്രിയ സഹോദരന്മാരെ, നമുക്ക് കിട്ടുന്ന യൗവനം എന്ന് പറയുന്നത് 20 വർഷമാണ്. 7,300 ദിവസമേ അവിടെ ലഭിക്കുന്നുള്ളൂ. ഈ 7,300 ദിവസമാണ് യൗവന കാലഘട്ടം എന്ന് പറയുന്നത്. അതിലും പകുതി രാത്രിയായി ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇത്ര ചെറിയ ജീവിതത്തിൽ മരണത്തിനപ്പുറം എന്ത് സംഭവിക്കുന്നു? മരണശേഷം ഒരു ജീവിതമുണ്ടോ? ചോദിക്കുക നിങ്ങൾ മതങ്ങളോട്. ലോകത്ത് അനവധി മതങ്ങളുണ്ട്. ഓരോ മതങ്ങളോടും ചോദിക്കുക, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യന് മരണശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതങ്ങളെല്ലാം പറയും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇന്നിപ്പോ നമുക്കറിയാം, മഹാശിവരാത്രി നടക്കുകയാണ്. എത്രയുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഇന്ന് ബലിതർപ്പണം നടക്കുന്നു. നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഇന്നേക്ക് 3,500 വർഷങ്ങൾക്ക് മുമ്പ് അസൂറിയായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സാംഭവൻ നേതാവിന്റെ നേതൃത്വത്തിൽ കുടിയേറിയവരാണ് ആദ്യ ദ്രാവിഡ ജനത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യത്തെ ആദിമ നിവാസികൾ. അതുകൊണ്ടാണ് അവർ അസൂറിയിൽ നിന്ന് കുടിയേറിയത് കൊണ്ടാണ് നാം അവരെ അസുരന്മാരെന്നാണ് വേദങ്ങളിൽ പരിചയപ്പെടുന്നത്. പിന്നീട് BC 2000-നും 1000-നും ഇടയ്ക്ക് 10,000 പ്രദേശങ്ങൾ പുറപ്പെടുകയും ഇറാനികൾ തുടങ്ങുകയും അവിടെ നിന്ന് പല ഭാഗങ്ങളായി തിരിഞ്ഞ് ഒരു ഭാഗം നേരെ യൂറോപ്പിലേക്ക് പോയി, ഒരു ഭാഗം നേരെ റഷ്യയിലേക്ക് പോയി, ഒരു ഭാഗം നേരെ പോയത് നാം അറിയുന്നത് തന്നെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ചുരം വഴി ഇങ്ങോട്ട് കടന്നു വന്നു. അവർ ഇവിടെ വന്നു സിന്ധു നദീകര സംസ്കാരം എന്നതിനോട് അഭിനന്ദിച്ച്
ആദ്യ ദ്രാവിഡ സംസ്കാരം ഉണ്ടായി. വാതകം അവിടെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇനി അത് സൃഷ്ടികാലത്തിലേക്ക് വന്നാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം അവിടെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മാവായിരിക്കുന്ന മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ആ ദൈവമായിരിക്കുന്ന ഏക സത്യദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ അസ്തിത്വം ഈ പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ആ ദൈവം ഒരു വ്യക്തിയാണോ ശക്തിയാണോ? ന്യായമായ ചോദ്യമാണ് പ്രിയരെ. ബൈബിൾ ഒരിക്കലും പേടിച്ചു പഠിക്കേണ്ട പുസ്തകമല്ല. ബൈബിൾ നമുക്ക് തമ്മിൽ വാദിക്കാമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ബൈബിളിനെതിരെ വരുന്ന എതിർ നിരൂപണങ്ങളെയും സമഷ്ടം സാധനം ചെയ്ത് എതിർ നിരൂപണത്തിന്റെ ചക്കിലിട്ട് ചാറില്ലാത്ത തണ്ടിയാക്കി പുറത്തെടുത്ത് ചരിത്രത്തിന്റെ ചവിട്ടുകൂട്ടയിൽ വലിച്ചെറിഞ്ഞ് ചരിത്രം ചമച്ചുകൊണ്ട് ചരിത്രത്തിൽ മുന്നേറുന്ന ചരിത്രം കണ്ട സാഹിത്യ വിശേഷമാണ് ബൈബിൾ. ആ ബൈബിളിനോട് നിങ്ങൾ ചോദിക്കുക, ഈ ദൈവം ഒരു അഥവാ വ്യക്തിയാണോ അത് കേവലം ഒരു ശക്തിയാണോ? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പരാശക്തിയാണ് ദൈവമെന്ന്. അങ്ങനെ കേവലം പ്രകൃതി ശക്തിയെ പോലെ വൈദ്യുതിയെ പോലെ ശക്തിയാണെങ്കിൽ നമുക്ക് ആ ദൈവത്തോട് മനുഷ്യന് ബന്ധപ്പെടാൻ കഴിയുമോ? അതുകൊണ്ടാണ് നമ്മള് അഥവാ നാം അറിയുന്ന പോലെ തന്നെ നമ്മുടെ ദേശീയകാല ഏകമായിരുന്ന താഘോരികൾ പറഞ്ഞ ഇപ്രകാരമാണ്: അടുത്ത് ചെല്ലുവാൻ, അഭയം ചെല്ലുവാൻ, അപേക്ഷകൾ നിരത്തി വെക്കുവാൻ അഥവാ വ്യക്തിത്വമുള്ള ദൈവത്തെയാണ് മനുഷ്യനാവശ്യം. ചേതന, വേദന, വികാരങ്ങൾ അറിയുന്ന ദൈവമല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തോട് ബന്ധപ്പെടുവാൻ കഴിയുന്നത്? അതുകൊണ്ട് അങ്ങനെയൊരു ദൈവമാണോ നമ്മുടെ ദൈവം? ന്യായമായ ചോദ്യമാണ്. വ്യക്തിത്വമുള്ള ദൈവമാണോ, അസ്തിത്വമുള്ള ദൈവം എന്ന് ഞാൻ പറഞ്ഞല്ലോ. വ്യക്തിത്വമുള്ള ദൈവമാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തെ പഠിച്ചു മനസ്സിലാക്കും മനുഷ്യന് അസാധ്യമാണ് പ്രിയരെ. അതുകൊണ്ടാണ് ദൈവം തന്നെ അത് വെളിപ്പെടുത്തണം. അതുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ തരി, താര, സൂര, പാര, പർവ്വത നിർവാഹകമായ ഈ ബ്രഹ്മാണ്ഡ ഘടാകത്തിന് ജന്മം കൊടുത്ത ദൈവമുണ്ടല്ലോ എന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കലാങ്ങളുടെ കവിവൈഭവമായി കാമികള വസ്തുവായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 26 മുതൽ 28 വാക്യങ്ങൾ വായിക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുമെന്നാണ്. നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യായ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങൾ ഒന്നായിരിക്കുന്ന ഒരു മനുഷ്യൻ, 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മ സത്യായ ദൈവം, ഏക സത്യദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തിൽ അസ്തിത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് 19-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം സങ്കീർത്തനകാരൻ പറയുന്നു: ആകാശം ദൈവത്തിന് മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ കാണുന്ന താരഗണങ്ങളെല്ലാം കാണുമ്പോൾ, പ്രകൃതിയെ എല്ലാം കാണുമ്പോൾ ഇതിനെല്ലാം ഒരു സൃഷ്ടാവുണ്ടെന്ന യാഥാർത്ഥ്യം അസ്തിത്വത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏക സത്യദൈവം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ആ ദൈവത്തിന്റെ പേരെന്താണ്? നമുക്ക് നമ്മുടെ മക്കളുടെ പേരിടാം, എന്നാൽ ദൈവത്തിന് പേരിടാൻ കഴിയുകയില്ല. എന്നാൽ ഇവിടുത്തെ മതങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുദാസ് അഥവാ പാടിയതുപോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവച്ചു എന്നാണ് വയലാറിന്റെ കവിത അഥവാ യേശുദാസ് എന്ന ഗാനഗന്ധർവൻ പാടിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ മതങ്ങളുടെ എല്ലാ ദൈവങ്ങൾക്കും ഒരു പേരിടാൻ കഴിയും, എന്നാൽ യഥാർത്ഥ ദൈവത്തിന് പേരിടുക മനുഷ്യൻ അസാധ്യമാണ് വരികയെ. അതുകൊണ്ടാണ് മോശ ഒരിക്കൽ ചോദിക്കുകയാണ് ദൈവത്തോട്, തന്നെ ഇസ്രായേലിന്റെ അടിമത്വത്തിൽ അഥവാ ഇസ്രായേലിലെ ഫറവോ ചക്രവർത്തിമാരെ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞു വന്നു കഴിയുന്ന ഇഷ്ടികത്തുമായി അടിമകളുമായിരിക്കുന്ന ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ മോശ എന്ന പ്രവാചകനെ അയക്കുമ്പോൾ മോശ ചോദിച്ചു, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ പേര്? ഞാൻ അവിടെ ചെന്ന് അങ്ങയുടെ പേര് എന്തെന്ന് പറയണമെന്നാണ് ചോദിച്ചത്. കാരണം എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ആ കാലഘട്ടത്തിൽ റായെന്നും മാമണെന്നും പേരുണ്ട്. സൂര്യദേവന്മാരും ആ എന്ന് പറയുന്ന വസുദേവതയും ആരാധിക്കുന്ന ഈജിപ്തിന്റെ മണിയിൽ നിന്നുകൊണ്ട് അഥവാ മോശയോട് ദൈവം കൽപ്പിക്കുകയാണ് പ്രകാരം, മോശയെ ഇപ്രകാരം അരുളിച്ചെയ്യുക, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളത് നിന്നെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നതാണ്. ഇതൊരു പേരാണോ പ്രിയരെ? ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളത് നിന്നെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നിങ്ങളുടെ സൈന്യങ്ങളുടെയുമായ യഹോവ എന്നാണ് പറഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പിതാവ് ഞാനാകുന്നു, പുത്രൻ ഞാനാകുന്നു, പരിശുദ്ധാത്മാവ് ഞാനാകുന്നു. 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യായ ദൈവത്തിന്റെ പേരാണ് യഹോവ. എന്തുകൊണ്ടാണ് യഹോവ എന്ന് നാമം ദൈവം വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, BC 800 ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചക പുസ്തകം
51-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ആകാശത്തിലിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത സൃഷ്ടാവായ ദൈവത്തിന്റെ പേരാണ് യഹോവ. യഹോവ എന്നല്ലാതെ ഏകസത്യ ദൈവത്തിന് മറ്റൊരു പേരും പഴയ നിയമത്തിൽ നാം വായിക്കുന്നില്ല. പ്രിയരെ, ആ ഏകസത്യ ദൈവമായിരിക്കുന്നവൻ ഭൂമിയിലേക്ക് അവതരിച്ചു എന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്, യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ, ദൈവോത്തരൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അവന്റെ മൊത്തമായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. നിത്യജീവനായിരിക്കുന്നവൻ, തന്നിൽ തന്നെ ജീവനുള്ളവനായിരിക്കുന്നവൻ, സത്യദൈവമായിരിക്കുന്നവൻ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം എടുത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, മത്സ്യക്കൂർ അരാഗസ്യ നരസിംഹസ്യ വാമന രാമോ രാമച്ച കൃഷ്ണർക്ക് ജനാർദ്ദനായ എന്ന 10 അവതാരങ്ങളെ കുറിച്ച് വൈഷ്ണവാവതാരം പറയുമ്പോൾ യേശു ക്രിസ്തു എന്തുകൊണ്ട് അതുപോലെ അവതാരം എടുക്കാതെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ബൈബിൾ. എബ്രായർക്ക് 2-ാം അധ്യായത്തിൽ 14-ാം വാക്യം വായിക്കുമ്പോൾ, മക്കൾ ജഡത്തിനുള്ളവകയാൽ അവൻ അവരെ പോലെ ജഡത്തിനോട് വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചുവെന്നും ആ സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടുവെന്നും പാപത്തിൽ അകപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപിയായി മനുഷ്യനെ രക്ഷിക്കുവാൻ ആ മനുഷ്യന്റെ സാദൃശ്യത്തിലേക്ക് ഭൂമിയിലേക്ക് വന്ന് പാപത്തിനൊഴികെ മറ്റെല്ലാത്തിനും സമതുല്യനായിത്തീർന്ന് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ഈ ദൈവമായിരിക്കുന്ന ദൈവം, ആ ജീവനുള്ള ദൈവം എവിടെയാണ് വസിക്കുന്നത്? ന്യായമായ ഒരു ചോദ്യമാണ്. കാരണം ദൈവത്തിന് വ്യക്തിത്വമുണ്ട്, ദൈവത്തിന് അസ്തിത്വമുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, നിത്യനാണ്, പരിശുദ്ധനാണ്. അവൻ നിത്യനായിരിക്കുന്ന ദൈവം, പരിശുദ്ധനായിരിക്കുന്ന ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവ്വം സർവ്വം കൊടുക്കുന്ന ദൈവം. ഈ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ന്യായമായ ചോദ്യമാണ്. അത് ഉത്തരവും ദൈവഗ്രന്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലർ 14-ാം അധ്യായം 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ ശലോമോൻ ഇപ്രകാരമാണ് പറയുന്നത്, ലോകവും അവരുടെ സമസ്തവും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പിഴയായി വസിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു കുശവനാണ് കുടം മെനയുന്നത്. കുശവൻ കുടത്തിൽ ഒതുങ്ങുമോ? അങ്ങനെയെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം, തന്റെ സാധന സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവം കേവലം അഥവാ 4 മതിൽക്കെട്ടിൽ ഒതുങ്ങുന്നവനാണോ പ്രിയരെ? അതുകൊണ്ടാണ് ലോകവും അതിന്റെ സമസ്തവും ഉണ്ടാക്കിയ ദൈവം അഥവാ കൈപ്പൊഴിയായി വസിക്കുന്നില്ല. ഇന്ന് കാണുന്ന പടുകൂറ്റം പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ മോസ്കുകളിലോ ഒതുങ്ങുന്നവരല്ല ഈ പ്രപഞ്ച സൃഷ്ടാവായ ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവം ജീവനുള്ള ആലയത്തിലേ ഒതുങ്ങുകയുള്ളൂ. ജീവനുള്ള ദൈവം വസിക്കുന്നത് ജീവനുള്ള ആലയത്തിലാണ്. ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത ആലയങ്ങൾ, ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ. ജീവനുള്ള ദൈവത്തിന് വസിപ്പാൻ ജീവനുള്ള ദൈവം പണിത ഏക വിഗ്രഹമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു താൻ ഇപ്രകാരം പറഞ്ഞ്, കണ്ടാൽ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് പറഞ്ഞത്. ജീവനുള്ള ദൈവമായ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നാൽ ഇത് പറ്റുമോ? പരമാവധി ചെയ്യാൻ പറ്റുമോ? ഇന്ന് കാണുന്ന അഴിമതിയും അക്രമവും അരാജകത്വവും ചെയ്ത് പാപത്തെ പാൽമോടി ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യന് യേശു ക്രിസ്തു അവന്റെ ഹൃദയത്തിലേക്ക് വന്നാൽ, ഒരു ക്രിസ്തുവിനായാൽ അവൻ പുതിയ മനുഷ്യനായി തീരും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, അതുകൊണ്ടാണ് ദൈവത്തിന് നേർച്ച കാഴ്ച വഴിപാടുകളുടെ ആവശ്യമുണ്ടോ? വീണ്ടും വായിക്കുക അപ്പോസ്തലർ 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരമാണ്, അവൻ ഒരുത്തിന് മനുഷ്യാദിയൊക്കെ ഉളവാക്കിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, ദൈവത്തിന് ജാതി വ്യത്യാസം ഉണ്ടായതെങ്കിൽ പറച്ചുപറ്റ മന്ത്രികളും ഉണ്ടാകുമോ? വൈരുദ്ധ്യം ബ്രാഹ്മണന് ഒരു സന്താനത്തിൽ പിന്നിൽ 12 കുട്ടികൾ അങ്ങനെ ജനിച്ചു എന്നുള്ള ചാതുവിനെ മായാസൃഷ്ടമെന്ന് ഭൗതികത മാലിന്യമാണ്. 4-ാം വായും 16-ാം ശ്ലോകം പറഞ്ഞിരിക്കെ ദൈവത്തിന് ജാതി വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ പറച്ചുപറ്റ മന്ത്രികളെ ഉണ്ടായി. വൈരുദ്ധ്യം ബ്രാഹ്മണൻ ഒരു സന്താനത്തിൽ പിന്നിൽ 12 കുട്ടികൾ ഉണ്ടായില്ലേ? അതിൽ തന്നെ വിവരിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, ദൈവത്തിന് കർത്തവ്യം കൊടുത്തതും വ്യത്യാസമുണ്ടോ? അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ലോകത്തെ ഈ സ്ഥാനമായി പോലീസ് ഇൻസ്പെക്ടർക്ക് ഒരു സായിപ്പാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നീഗ്രോ വന്നതിൽ 3 കുട്ടികൾ ജനിച്ചത്. ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ലാത്ത ഒരേ ഒരു സൂര്യയിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളാണ് സമസ്ത മനുഷ്യരും. അതിന് ദൈവത്തിന്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം ജാതിയില്ലാത്തതാണ്, ദൈവത്തിന് മതമില്ല, വർണ്ണവർഗ വ്യത്യാസമില്ല, ഒരേ ഒരു ദൈവം. ആ
ആ ദൈവം മനുഷ്യനായി അവതരിച്ചു വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. മക്കൾ ജഡരക്തങ്ങളാകിയാൽ അവൻ അവരെപ്പോൾ ജഡരക്തങ്ങളുടെ ഭൂമിയിലേക്ക് വരുവാൻ കാരണം അയ്യോ ക്രിസ്തു അങ്ങ് എന്തിന് മനുഷ്യാവതാരം ചെയ്യുമെന്ന് വെച്ചാൽ മനുഷ്യർ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കാണാത്ത മനുഷ്യർക്ക് ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആ മനുഷ്യർക്ക് ദൈവത്തോട് വസിപ്പാനാണ് മാനവരാശിയുടെ ഭാവപരിഹാരം നടത്താൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ആ ദൈവത്തിന് ഇന്ന് നാം കാണുന്നതുപോലെ നേർച്ച കാഴ്ച വഴിപാടുകൾക്ക് മോശക്കച്ചവടം ചെയ്ത ദൈവമാണോ ദൈവം? അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവം മനുഷ്യர்களാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ ബൈബിളിലെ അപ്പോസ്തലർ 17-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം നമ്മുടെ മലയാളത്തിൽ മധുരഗായകനായി ചങ്ങമ്പുഴ വായിച്ചു. ചങ്ങമ്പുഴ വായിച്ചിട്ട് അർത്ഥവത്തായ കവിത എഴുതി. ആ കവിത ഇപ്രകാരമാണ്: രണ്ട് കുട്ടിയിൽ ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം, പായ്സുവേഗിൽ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നൽകുന്നത് എന്ത് ദൈവം, കുർബാനയേകിയിൽ കൂസാത ഭാവിയിൽ കൂറ് കാണിക്കുന്നത് എന്ത് ദൈവം ചോദിച്ചു ചങ്ങമ്പുഴയാണ്. പണക്കാരന് മാത്രം സ്വർഗത്തിൽ പോകുവാനുള്ള ദൈവം ദൈവമാണോ? പണം നേടിച്ച് മോശക്കച്ചവടം ചെയ്ത് ദൈവം ദൈവമാണോ? അതുകൊണ്ടാണ് തുടിക്കുന്ന ജീവനും ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കാണുന്ന പ്രകാശവും കൊടുക്കുന്നവരാണ് സാക്ഷാൽ ദൈവം. ഈ ജീവനോട് ദൈവം, ആ ശാശ്വതവാനായ ദൈവം, ആ ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നമുക്കറിയാം പ്രിയരെ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അഥവാ കേരളത്തിൽ തന്നെ അഥവാ തന്റെ രാജ്യത്തിന്റെ സംസ്ഥാനമായ കേരളത്തിൽ മെട്രോ ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ നടുവരുമ്പോൾ നമ്മൾ കണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ അപേക്ഷ നേരെ അഥവാ കേന്ദ്ര സർക്കാരിന് കൊടുത്തു. ആ സർക്കാർ അത് പാസ്സാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിൽ അറിയിക്കുന്നു, ഇന്ന ദിവസം ഇന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അഥവാ നെടുമ്പാശ്ശേരി വിമാനത്തിൽ വന്നിറങ്ങും. അവിടെ നേരെ ഇന്ന വാഹനത്തിൽ യാത്ര ചെയ്ത് മെട്രോയിൽ വരികയും മെട്രോ യാത്ര ചെയ്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പത്രങ്ങളും അതുപോലെ അനവധി ദിവസത്തെ വാചാലമായിരിക്കുന്ന ന്യൂസുകൾക്കും ശേഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് കണ്ടതെന്ന് ഈ ഭരണസിലാ കേന്ദ്രത്തിലുള്ള അഥവാ കേരളത്തിലെ എറണാകുളത്ത് വന്ന് ഒരു മെട്രോ ഉദ്ഘാടനം ചെയ്തെങ്കിൽ അഭിലാഷത്തിൽ ഉടയവനായ ഈശ്വരൻ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുവാൻ അവരൊരു പദ്ധതിയിലേക്ക് പ്രിയരെ. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ശാസ്ത്രങ്ങൾക്കപ്പുറത്ത് അവൻ എവിടെ ജനിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ അടക്കപ്പെടും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗ്ഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗ്ഗത്തിൽ മടങ്ങി വരും, എങ്ങനെ വീണ്ടും ഭൂമിയിലേക്ക് ഇനി എന്തിനാണെന്ന് മടങ്ങി വരുന്നത്, ഈ ഭൂമിയെ എങ്ങനെ 1000 ആണ്ട് ഒരിക്കും, നിത്യതയിൽ മനുഷ്യരും ദൈവവും തമ്മിൽ എങ്ങനെ വസിക്കും, ഇത്യാദി കാര്യങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് തന്നെ ദൈവ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയ പ്രകാരമാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് ലോകചരിത്രം പരിശോധിച്ചാൽ എഴുതിയതുപോലെ ജനിച്ച്, എഴുതിയതുപോലെ ജീവിച്ച്, എഴുതിയതുപോലെ പ്രവർത്തിച്ച്, എഴുതിയതുപോലെ മരിച്ച്, എഴുതിയതുപോലെ അടക്കപ്പെട്ട്, എഴുതിയതുപോലെ ഉയർത്തെഴുന്നേറ്റ്, എഴുതിയതുപോലെ സ്വർഗ്ഗാരോഹണം ചെയ്ത്, എഴുതിയതുപോലെ സ്വർഗ്ഗത്തിലേക്ക് മടങ്ങി ഭൂമിയിലേക്ക് മടങ്ങി വരുന്ന ഒരു മഹിമാധനനുണ്ടെങ്കിൽ അവരാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. സംശയമുള്ളവർക്ക് പരിശോധിച്ചു നോക്കാൻ കഴിയില്ലേ? ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ 66 സത്യഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 66 ഗ്രന്ഥങ്ങളും യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്ധി യേശു ക്രിസ്തു അല്ലേ, ലേവ്യ പുസ്തകത്തിൽ പാവപരിഹാര ക്രിസ്തു അല്ലേ, സംഖ്യ പുസ്തകത്തിൽ അടിക്കപ്പെട്ട ക്രിസ്തു അല്ലേ, ആവർത്തന പുസ്തകത്തിൽ മോശയെപ്പോലെ പ്രവാചകൻ യേശു ക്രിസ്തു അല്ലേ, യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സൈന്യാധിപൻ ക്രിസ്തു അല്ലേ, അതുപോലെ ന്യായാധിപ പുസ്തകത്തിൽ ന്യായാധിപൻ യേശു ക്രിസ്തു അല്ലേ, രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുക്കുവാൻ ബന്ധു യേശു ക്രിസ്തു അല്ലേ. നാം അറിയുന്ന പോലെ ആ എസ്രായേൽ പുസ്തകം വായിച്ചാൽ ആലയം പണിയുന്നവനായ ക്രിസ്തു, നഹമ്യാവിന്റെ പുസ്തകം വായിച്ചാൽ രാജ്യത്തിന് വീണ്ടെടുക്കുവാനായ ക്രിസ്തു, എസ്തേറിന്റെ പുസ്തകം വായിച്ചാൽ മധ്യസ്ഥനായ ക്രിസ്തു, ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ രക്ഷകനായ ക്രിസ്തു, സങ്കീർത്തനങ്ങളിൽ സർവ്വവല്ലഭനായ ക്രിസ്തു, സദൃശവാക്യങ്ങളിൽ നമ്മുടെ മാതൃകയായ ക്രിസ്തു, പുസ്തകത്തിൽ നമ്മുടെ സംതൃപ്തിയായ ക്രിസ്തു. നമുക്കൊരു ശിശു അതോ നാം അറിയുന്ന പോലെ തന്നെ നമ്മൾ 17 പ്രബോധന പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. 4 സുവിശേഷങ്ങൾ വായിച്ചാൽ മത്തായി സുവിശേഷത്തിൽ അഥവാ രാജാവായ ക്രിസ്തു, മർക്കോസിന്റെ സുവിശേഷത്തിൽ ദാസനായ ക്രിസ്തു, ലൂക്കോസിൽ മനുഷ്യപുത്രനായ ക്രിസ്തു, യോഹന്നാനിൽ ദൈവപുത്രനായ ക്രിസ്തു, അപ്പോസ്തല പ്രവൃത്തിയിൽ ഉയർത്തെഴുന്നേറ്റ മശിഹായ ക്രിസ്തു. 21 ഇടയനായകൻ വായിച്ചാൽ
മലയിടനായ ക്രിസ്തു. അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം വായിച്ചാൽ വാഗ്ദത്ത രാജാവായിരിക്കുന്ന രാജാതിരാജാവും കർത്താവുമായ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ചോദിച്ചോട്ടെ, അതുകൊണ്ടാണ് 1000 അല്ല 10,000 ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്താലും എന്തുകൊണ്ടാണ് ബൈബിൾ വിവർത്തനങ്ങളെ ഭയക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൽ ആശയ വ്യത്യാസം വരാൻ കഴിയില്ല. പേര് അക്ഷര പ്രശ്നം ഒരുപക്ഷെ കടന്നുകൂടിയാലും ഒരിക്കലും യേശു ക്രിസ്തു വ്യക്തിത്വത്തിന് മാറ്റം വരുവാൻ കഴിയില്ല. ലോകത്തിന്നോളം പൂർണ്ണതയുള്ള ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്ന 66 ഗ്രന്ഥ സമുച്ചയമായിരിക്കുന്ന സത്യഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ ബേരിയെ പോലെയുള്ള ക്രിസ്ത്യൻ മിഷന്മാർ സത്യവേദ പുസ്തകം എഴുതുവാൻ കാരണം ആ പുസ്തകത്തിന് പ്രകാരമാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് 73 പുസ്തകമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ 66 പുസ്തകത്തെ കുറിച്ച് മാത്രം അറിയാൻ കാരണം? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ 7 പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തു 1543 നമ്മുടെ ബഹുമാനനായ പോപ്പ്. എന്നാൽ അതിൽ ഈ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ വ്യക്തിത്വം പ്രിയരെ, അതുകൊണ്ടാണ് ക്രിസ്തുവോ തന്റെ ശിഷ്യന്മാരെ ഒരിക്കലും ഉദ്ധരിച്ചിട്ടില്ലാത്തതും അംഗീകരിക്കാത്തതുമായ കുറെ പുസ്തകങ്ങളെ കൂട്ടിച്ചേർത്താൽ അത് വിശുദ്ധ ഗ്രന്ഥമാകുകയില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ഏക വ്യക്തിത്വം ഒഴികെവരുന്ന ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതാണ് സത്യവേദ പുസ്തകം. ആ സത്യവേദ പുസ്തകം നിങ്ങൾ മേടിച്ച് വായിച്ചു നോക്കണം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ചോദിക്കുകയാണ്. എന്നേക്ക് 4000 ആണ്ടുകൾക്ക് പുറത്ത് ജീവിച്ചിരുന്ന ഈയോബ്, അഥവാ ഊസ് ദേശീയനായിട്ട് ഈയോബ് ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരവില്ല. 1000 വർഷം കൂടി കഴിഞ്ഞു. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ 49-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ ചോദിക്കുകയാണ്, സഹോദരൻ മരിക്കാതെ ഇരിക്കാൻ അവർ വീണ്ടെടുപ്പ് ദൈവത്തിന് കൊടുത്താൽ വീണ്ടെടുക്കുവാൻ ആർക്കും അസാധ്യമെന്നാണ് അവിടെ പറയുന്നത്. 1000 വർഷം കൂടി കഴിഞ്ഞു. ഇതാ വരുന്ന കർത്താവായ യേശു ക്രിസ്തു യോർദാന നദീതടത്തിലൂടെ നടന്നു വരുമ്പോൾ തന്റെ വലശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുവാനും നമുക്ക് കഴിയൂ, ഉത്തരവും പറയാനായിട്ട് വന്നേ പറ്റിക്കുള്ളൂ. അവരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 28 വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രതിവദിക്കുകയാണ്, കല്ലറയുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരെല്ലാം ഉയർക്കുകയും നാഴികകളിൽ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത്? അധരം കൊണ്ട് ആണയിട്ടുവോ അത് മുദ്ര കൊണ്ട് മുദ്രയിട്ട് ഒരു ആചാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. താൻ എന്ത് പറഞ്ഞു എന്നത് യാഥാർത്ഥ്യമായി ലോകത്തിന് മുമ്പിൽ തെളിയിച്ചവനാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, കല്ലറയുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരുടെ ഉയർക്കുകയും നാഴികളിൽ വന്നുമിരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രവർത്തന സമയത്ത് കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള യായിറോസിന്റെ മകൾ മരിച്ചുപോയില്ലേ? ആ ദുഃഖാർഹമായ ഭവനത്തിലേക്ക് കടന്നു ചെന്ന കർത്താവായ യേശു ക്രിസ്തു ആ ഭാര്യയെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭാര്യയെ എഴുന്നേറ്റ. അവൾ എഴുന്നേറ്റ് വന്നില്ല പ്രിയരെ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു മകൻ മാത്രമുള്ള വിധവ. ആ വിധവ ആശയം നശിച്ച് നിരാശയും നിഗമിച്ച് തന്റെ മകന്റെ സൗഹൃദവുമായി ഇതാ നടുറോട്ടിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആ ദീർഘനായ കർത്താവായ യേശു ക്രിസ്തു ആ സൗഹൃദത്തെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ചെറുപ്പക്കാരാൽ എഴുന്നേൽക്കുക. ആ നിമിഷം എഴുന്നേറ്റ് വന്നിരുന്നേ. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. തന്റെ സ്നേഹിതനായി ലാസർ മരിച്ചു, അടക്കപ്പെട്ടു 4 ദിവസമായി നാട്ടം വെച്ച അവസ്ഥയിലെത്തി. യേശു ക്രിസ്തു ലാസറിന്റെ ഭവനത്തിൽ ചെന്ന് ആ കല്ലറയ്ക്കിലേക്ക് ഇരുന്ന് യേശു ക്രിസ്തു ലാസർ പുറത്തു വരിക. ആ നിമിഷം പുറത്തേക്ക് വരികയെ ലോകത്തിൽ ഇന്നുവരെ മരണത്തെ എഴുതി പിടിച്ചൊരു മഹിമാധനമുണ്ടെങ്കിൽ, ഒരു മഹാദൈവത്തിന് മനുഷ്യാവതാരമുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മരണത്തെ എഴുതി പിടിച്ചു. ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മൂപ്പന്മാരെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ജെറുസലേമിലേക്ക് പോകും, അവരെന്നെ പിടിക്കും, അവരെന്നെ കൊല്ലുമെന്നല്ല പറഞ്ഞത്, എന്നെ ക്രൂശിച്ചു കൊല്ലും, ഞാൻ 3-ാം നാൾ ഉയർത്തും. നിങ്ങളെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് മരണത്തെ വെല്ലുവിളിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു മനുഷ്യാവതാരത്തിൽ അവതാര പുരുഷനുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ചോദിക്കണം, പുനരുദ്ധാനമാണോ പുനർജന്മമാണോ? മരിച്ചവരുടെ ആത്മാവ് എങ്ങോട്ട് പോയി? നമ്മൾ അറിയുന്ന പോലെ ഇന്ന് പിതൃക്കൾക്ക് വെളിയിടുന്ന ഒരു ദിവസമാണല്ലോ നമ്മുടെ രാജ്യത്തും. അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ പ്രസംഗിക്കാമെന്ന് വെച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ എന്ന ചോദ്യത്തിൽ മറുപടി യേശു ക്രിസ്തു പറഞ്ഞു, ജീവിക്കും. എപ്പോൾ ജീവിക്കും? കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ അകൽക്കും സ്വർഗം തരങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നതാണോ രൂപാന്തരം പ്രാപിച്ച ആകാശങ്ങളിൽ കർത്താവിന്റെ ഏൽപ്പാൻ എടുക്കപ്പെടും. അപ്പോൾ ശാസ്ത്ര ബുദ്ധി എന്ന് അവകാശപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യനൊരു ചോദ്യം എന്നോട് ചോദിക്കാം. എനിക്കറിയാം, കാരണം ഇന്ന് വരെ ആത്മാവിനെ ആരും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കാണാത്തൊരു ആത്മാവുണ്ടെന്നും ആത്മാവിന് അസ്തിത്വമുണ്ടെന്നും അതിന് വ്യക്തിത്വമുണ്ടെന്നും
അതിനെ മടങ്ങി വരും അഥവാ പുതിയൊരു ശരീരം എടുത്ത് മടങ്ങി വരുമെന്നും ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാമെന്ന് ചോദിക്കാം. എന്നെ സ്നേഹിക്കുന്ന സഹോദരന്മാരെ, ആധുനിക ശാസ്ത്രം തന്നെ അഥവാ മനുഷ്യനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കേവലം മണ്ണാണ്, മണ്ണിലെ മൂലകങ്ങളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മനുഷ്യാനി മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. മണ്ണ് കൊണ്ട് മെനഞ്ഞവനാണ് മനുഷ്യൻ, ജീവശ്വാസം ദേഹിയായി തീർന്ന മനുഷ്യൻ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കേവലം മണ്ണിലെ മൂലകങ്ങളാണ്. അതൊരിക്കലും മണ്ണിലേക്ക് ലയിച്ചു ചെയ്യുകയല്ലാതെ ഇല്ലാതായി തീരുന്നില്ല എന്ന് ശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനെ ചലിപ്പിക്കുന്ന ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? ജീവൻ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 3400 വർഷങ്ങൾക്ക് മുമ്പ് ലേവ്യ പുസ്തകം വായിക്കണം. ലേവ്യ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയരെ. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ മനുഷ്യന്റെ ജീവൻ രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്ന്, രക്തത്തിൽ ജീവൻ അടങ്ങിയിരിക്കുന്നത് പറയുമ്പോൾ ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിച്ചു. ഫോട്ടോപ്ലാസം അഥവാ രക്തത്തിലെ കോശമർമ്മം നാം അറിയുന്നത് പോലെ അത് ഊർജം ഉത്പാദിപ്പിക്കുന്നു, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന ഊർജത്തെ ഉത്പാദിപ്പിക്കുന്ന ജീവൻ. ആ ജീവൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് ബൈബിൾ എന്നോട് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ മനുഷ്യർ സൃഷ്ടിച്ച ദൈവം വേണ്ടിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് അവൻ ഊർജം പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നില്ല എന്ന് ലൂയി പാസ്റ്റർ തന്നെ പരീക്ഷണമായി ചോദിച്ചു. അപ്പൊ മണ്ണിലേക്ക് ലയിക്കുന്ന ഈ മൂലകങ്ങളായിരിക്കുന്ന ശരീരത്തിന്റെ മൂലങ്ങൾ ഇല്ലാതായി തീരുന്നില്ല, നമ്മെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം ഇല്ലാതായി തീരുന്നില്ല. പിന്നെ ആത്മാവുണ്ടോ? ന്യായമായ ചോദ്യമാണ്. ആത്മാവുണ്ടോ എന്ന ചോദ്യത്തിന് അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് നാഷണൽ ഡെന്റൽ മറ്റുള്ള ഡോക്ടർ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറായി. അങ്ങനെ മരണാസന്നരായ രോഗികളെ താൻ തൂക്ക പരിശോധന നടത്തി. എന്താ കാര്യം? മരിച്ചുപോയി എന്നാണ് പറയുന്നത്. മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഉള്ളതിൽ നിന്ന് എന്തോ നഷ്ടം വന്നതല്ലേ? അങ്ങനെയെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ എന്താണ് നഷ്ടം വരുന്നത്? മരണത്തോട് എന്താണ് നഷ്ടം വരുന്നത് അറിയുവാൻ അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് നാഷണൽ ഡെന്റൽ മറ്റുള്ള ഡോക്ടർ അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ അഥവാ മരണാസന്നരായ രോഗികളെ തൂക്ക പരിശോധനയ്ക്ക് വിധേയമാക്കി. അത് പല പ്രായത്തിലുള്ള വ്യക്തികളെ, പല ആരോഗ്യത്തിലുള്ള വ്യക്തികളെ, തൂക്ക വ്യത്യാസമുള്ള വ്യക്തികളെ അഥവാ തൂക്ക പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു മരണത്തോടുകൂടി മനുഷ്യന് ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രയെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ ജാക്സൺ ഒളാബ് എന്ന് പറയുന്ന സ്പാനിഷ് ഡോക്ടർ അദ്ദേഹം വീണ്ടും പഠനം നടത്തി. അങ്ങനെ പഠനം നടത്തിയപ്പോൾ അഥവാ ഇലക്ട്രോണിക് സ്പ്രിംഗ് ത്രാസിൽ ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി തൂക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി 21 ഗ്രാം മനുഷ്യന്റെ മരണത്തോട് നഷ്ടം വരുന്നുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും കയ്യും പുറയുമുണ്ട് ആത്മാവ് കവി വാഴിയതുപോലെ ആത്മാവിന് 20 വയസ്സുകാരന്റെയും 40 വയസ്സുകാരന്റെയും 60 വയസ്സുകാരന്റെയും 80 വയസ്സുകാരന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും ജൈനന്റെയും എല്ലാവരുടെയും ആത്മാവ് ഒരേ തൂക്കം 21 ഗ്രാം എന്ന് കണ്ടെത്തി. ഈ 21 ഗ്രാം ആത്മാവിന്റെ തൂക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. ഞാൻ ഇവിടെ നമ്മുടെ വണ്ടിക്ക് കാറ്റടിക്കാൻ വേണ്ടി ഇത്ര പൗണ്ട് അടിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ കാറ്റിന് തൂക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ വാതക രൂപമായിരിക്കുന്ന ആത്മാവ്, അതാണ് വീണ്ടും ഹാരിക്കുന്ന ഡോക്ടർ വീണ്ടും പഠനം നടത്തി. അഥവാ ജർമ്മൻ ഡോക്ടറാണ്. അദ്ദേഹത്തിന് പഠനത്തിൽ മനസ്സിലായി ഇത് വാതകരൂപമാണ്. അങ്ങനെ വാതകരൂപമായ ആത്മാവ് 21 ഗ്രാം തൂക്കമുള്ള ആത്മാവ്, ഈ ആത്മാവിന് അസ്തിത്വമുണ്ടോ എന്നതിൽ വീണ്ടും പഠനം നടത്തി. അങ്ങനെ അമേരിക്കയിലെ വില്യം ബെർണാർഡ് മേയർ ഓർക്കസ്ട്ര ഡോക്ടറും കൂടി വിൽസൺ ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ പേടകത്തിൽ അഥവാ മരണത്തോട് ഒരാളെ നിരീക്ഷിച്ചപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ ഭൗതികമായ ശരീരം ഇങ്ങനെ മരണം കൊണ്ട് മരിക്കുന്ന നിമിഷം അതിനൊരു ആത്മശരീരം രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ബൈബിളിലേക്ക് 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ലാസറും മരിച്ചു, ധനവാനും മരിച്ചു. 2 വ്യക്തികൾ, പണക്കാരനും മരിക്കും, പാവപ്പെട്ടവരും മരിക്കും, പണ്ഡിതരും മരിക്കും, അതുപോലെ തന്നെ പാമരനും മരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മരണശേഷം മരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചഭൗതികമായ ശരീരം ഈ മണ്ണിലേക്ക് ലയിച്ചാലും ഒരാത്മശരീരം മാറ്റപ്പെടുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ലാസറും മരിച്ചു, ധനവാനും മരിച്ചു. എന്നാൽ മരണത്തിനപ്പുറം ശരീരത്തെ ഈ ഭൂമിയിലേക്ക് രക്ഷിച്ച ശേഷം വീണ്ടും ആത്മമനുഷ്യൻ 2 സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, 2 സ്ഥലങ്ങളിലേക്ക് ആത്മാവ് മാറ്റപ്പെട്ടു എന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു എന്ത് പറഞ്ഞാലും അത് തെളിയിക്കുവാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാലുകളുടെ ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി അവിടെ കാലുകളുടെ ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാർ കിടക്കുന്നുണ്ട്. അതിൽ ഒരു കള്ളൻ പറഞ്ഞു, നീ പുത്രനല്ലേ, നീ ക്രൂശിൽ നിറങ്ങി വാ, എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ യേശു ക്രിസ്തു മറുപടി പറഞ്ഞ പ്രിയരെ, കാരണം അവൻ ഇനിയും പാപം ചെയ്ത് ഈ ഭൂമിയിൽ പാപത്തെ പാലുപോലെ ആസ്വദിച്ച് ജീവിക്കാൻ അവൻ ആയുസ് എത്തിക്കൊടുക്കണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടത്. എന്നാൽ നീതിമാനായ ക്രിസ്തു അതിന് ഉത്തരം പറഞ്ഞില്ല.
മറിച്ച് ഇപ്പോഴത്തെ കിടക്കുന്ന കാലം വീണ്ടും പറയുകയാണ്, നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവരും അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. ലോകത്തിൽ അരുതാത്തൊന്നും ചെയ്യാത്ത ക്രിസ്തുവിനോട് പറയാണ്, യേശുവേ നീ രാജ്യത്തെ പ്രാപിച്ചുകൊണ്ട് എന്നെയും ഓർക്കണമേ. യേശു ക്രിസ്തുവിന് മറുപടി പറഞ്ഞേ, വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ എന്നോട് പറയുന്നു. യേശു ക്രിസ്തു സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ്, മരണശേഷം യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയെയും അഥവാ പരദീസയിലേക്കാണ് മാറ്റപ്പെടുന്നത്. പരദീസ ഒരു ശരിയായ സ്ഥലമാണെന്നും അതൊരു നിശ്ചയമായ സ്ഥലമാണെന്നും യേശു ക്രിസ്തു പറയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പരദീസയിലിരിക്കുന്നു എന്ന് പറഞ്ഞത് 40 ദിവസം കഴിഞ്ഞിരുത്താമെന്നല്ല പറഞ്ഞത്, 4 ദിവസം കഴിഞ്ഞിരുത്താമെന്നല്ല പറഞ്ഞത്, 7 ദിവസം കഴിഞ്ഞിരുത്താമെന്നല്ല പറഞ്ഞത്, 16 ദിവസം കഴിഞ്ഞിരുത്താമെന്നല്ല പറഞ്ഞത്, 1 വർഷം കഴിഞ്ഞിരുത്താമെന്നല്ല പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, മതങ്ങൾ മനുഷ്യനെ ചൂഷണം ചെയ്ത് വീണ്ടും വീണ്ടും മരണത്തിനപ്പുറമുള്ള ശ്രേഷ്ഠക്രിയകൾ ചെയ്ത് ഈ മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനാണ് ദൃഢമായ യേശു ക്രിസ്തു പറയുകയാണ്, മരിക്കുന്ന വ്യക്തി ആ നിമിഷം തന്നെ അവന്റെ ആത്മമനുഷ്യൻ ഒന്നുകിൽ ദൈവത്തിന്റെ പ്രതീക്ഷയിലേക്ക് അല്ലെങ്കിൽ പാതാള പ്രതീക്ഷയിലേക്ക് മാറ്റപ്പെടും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുകയാണ്, ലാസറും ധനവാനും മരിച്ചു, ധനവാൻ തന്റെ ആത്മമനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടു. ലാസർ മരിച്ചു, അവന്റെ ആത്മമനുഷ്യനെ ദൈവം വന്ന് ഇതാ അവനെ ദൈവത്തിന്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോയി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ ഭൂമിയിൽ ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ ആ മരിച്ചുപോയ വ്യക്തികളെല്ലാം ദൈവം അഥവാ 2 സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാപപരിഹാരം വന്ന് മരിച്ച വ്യക്തി യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ അവൻ മരിച്ചാൽ, അതാണ് ആ ദാസൻ മാനസാന്തരപ്പെട്ടവൻ മരിച്ചാൽ നേരെ ദൈവത്തിന്റെ പ്രതീക്ഷയിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാരോട് പോകും. ഇല്ല, പാപിയായി പാപത്തെ ഭാര്യയോടെ ആസ്വദിച്ച് പാപത്തിൽ മരിച്ചാൽ പാതാളത്തിൽ ആളായി പോകുമ്പോഴേ. അതുകൊണ്ടാണ് ദൂതന്മാർ വന്ന് അവനെ യാതനാസ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ മരണശേഷം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുകയാണ്, 2 സ്ഥലങ്ങളുണ്ട് മരണശേഷം മനുഷ്യന്റെ ആത്മാവിന് പോകുവാൻ. ഒന്ന് ദൈവത്തിന്റെ പ്രതീക്ഷ, മറ്റൊന്ന് പാതാള പ്രതീക്ഷ. ഇനി എന്താണ് അടുത്ത് സംഭവിക്കുന്നത്? ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഇനി സംഭവിക്കാൻ പോകുന്ന കലയിലുള്ളവരെല്ലാം ദൈവോത്തര ശബ്ദം കേൾക്കുകയും അവരുടെ വീട്ടിൽ നായികളുടെ വന്നുമിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് അപ്പുറത്ത് മരിച്ച് മൺമറഞ്ഞുപോയ അഥവാ ദ്രവിച്ചുപോയ യാതൊന്നും കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള ശരീരം, ആ ശരീരം ഇനി എങ്ങനെയാണ് പുതിയ ശരീരം കിട്ടുന്നത്? അതുകൊണ്ടാണ് ബൈബിൾ തന്നെ പറയുന്നത്, നിങ്ങൾക്ക് വായിച്ചത് പുനരുത്ഥാനത്തിന്റെ അഥവാ അധ്യായം എന്നറിയപ്പെടുന്ന ആ കൊരിന്ത്യലേഖനം 15-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്, മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നോ ഈ ശരീരത്തിൽ ഉയർക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുവോ? മൂളായി വിതയ്ക്കുന്നത് ചത്തില്ലായി ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല എന്നുപോലെ നാം വിതയ്ക്കുന്ന ഈ ശരീരമല്ല പ്രിയരെ ഉയർത്തുന്നത്, ഒരു പുതിയ ശരീരമാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു വിത്ത് വിതച്ചാൽ അത് വായുവും വെള്ളവും ചെല്ലുമ്പോൾ അതിൽ നിന്ന് പുറന്തോട് ധരിച്ച് ഒരു ചെടി പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ എന്നെ സ്നേഹിക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരെയും മരിച്ച് കത്തിച്ചോ അടയ്ക്കോ ഏത് രീതിയിൽ ഈ ഭൂമിയിലേക്ക് ലേശി ചേർന്നാലും ഉടയവൻ വന്ന് വിളിക്കുമ്പോൾ വായുവും വെള്ളവും പ്രകാശവും ചെല്ലുമ്പോൾ ഒരു ചെടി അഥവാ പുതിയൊരു നാമ്പെടുക്കുന്നത് പോലെ ആ വിത്തല്ല, ആ വിത്തിനുള്ളിൽ നിന്ന് ചെടിയിൽ പുതിയ രൂപമെടുക്കുന്നത് പോലെ നമ്മൾ ഈ മൺമയമായ ശരീരം കൊണ്ട് വിതച്ചാൽ ഒരു മിന്മയമായ ശരീരം, തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും. എന്നാൽ അത് പാവി മരിച്ചാൽ അവർക്ക് ലഭിക്കുന്നത് പാതാളത്തിനാളായി നരകത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു ശരീരമായിരിക്കും. അതുകൊണ്ടാണ് ഗോതമ്പിന്റെയും നെല്ലിന്റെയും വിത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെല്ലിന്റെ വിത്ത് വിതച്ചാൽ അതിന് നല്ലൊരു നെൽച്ചെടി ഉണ്ടാവും, ഗോതമ്പിന്റെ വിത്ത് വിതച്ചാൽ അതിന് നല്ലൊരു ഗോതമ്പിന്റെ ചെടി ഉണ്ടാവും. എന്നതുപോലെ തന്നെയാണ് ഭൂമിയിൽ മനുഷ്യൻ ആര് മരിച്ചാലും 2 രീതിയിലുള്ള ശരീരങ്ങൾ ലഭിക്കും. ഒന്ന് സ്വർഗത്തിലേക്ക് പോകുവാൻ, മറ്റൊന്ന് നരകത്തിലേക്ക് പോകുവാൻ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പലരും ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഇത്രമാത്രം അഴിമതിയും അക്രമവും ചെയ്ത് ഇത്രമാത്രം കൊലകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ദൈവം ഒരു അരങ്ങാപ്പാടായി സ്വീകരിച്ചിരിക്കുമെന്ന് ഞാൻ ചോദിച്ചോട്ടെ സ്നേഹിത. ദൈവമായിരിക്കൊണ്ട് ദൈവത്തിന്റെ തത്തുല്യമായ യോഗ്യതയ്ക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഈ 70-80 വയസ്സുകൊണ്ട് സൃഷ്ടിച്ചാൽ കേവലം 29,200 ദിവസമോ അല്ലെങ്കിൽ 30,000 ദിവസം കൊണ്ട് മനുഷ്യനെ
ശിക്ഷിച്ചാൽ അത് ദൈവത്തിന് തത്തുല്യമായി യോഗ്യതയ്ക്ക് പറ്റുകയില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഒരിക്കലും മരണം പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അത് അഴിമതിയും അക്രമവും അരാജകത്വവും ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ, അതുപോലെ പണം സമ്പാദിക്കുവാൻ വേണ്ടി മനുഷ്യരെ, അതുപോലെ ഇന്ന് മയക്കിയിട്ടിരിക്കുന്ന മതങ്ങളെ, ഇസങ്ങളെ, തത്വചിന്തകളെ, കർമ്മകാണ്ഡങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ഒരു നാൾ ന്യായം വിധിക്കുന്ന ദൈവത്തിന് മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. അന്ന് പുസ്തകം തുറക്കും, ജീവന്റെ പുസ്തകം തുറക്കും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അർത്ഥാൽ മരണത്തിന് ശേഷം ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയാണ് പ്രിയരെ ഭാവിക്കുള്ള ന്യായവിധി. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ലോകത്തിന്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ അഥവാ ആകാശഭൂമികൾക്ക് മധ്യേ അല്ലെങ്കിൽ കർത്താവായ യേശുവേ അങ്ങ് എന്തുകൊണ്ടാണ് തൂങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, സ്നേഹിത, യേശു ക്രിസ്തു ജന്മഭാവമില്ലാതെ പ്രപഞ്ചത്തിൽ ജനിച്ചവനാണ്. പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായി വന്നവൻ ജന്മഭാവമില്ല. അവൻ 33 വയസ്സിൽ ഭൂമിയിൽ ജീവിച്ചു. അവന് ശത്രുക്കളുടെ കോടതിയല്ലേ വിസ്തരിച്ചത്. ആ ശത്രുക്കളുടെ കോടതി വിസ്തരിച്ചു. ആദ്യം ഹന്നാവിന്റെ കോടതി വിസ്തരിച്ചു. ഒരു തെറ്റും അവനിൽ കണ്ടില്ല. ഒറ്റ മഹാപുരോഹിതൻ. വീണ്ടും ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാസ്, യഹൂദ മഹാപുരോഹിതൻ കയ്യഫാസ് വിസ്തരിച്ചു. അദ്ദേഹം വിസ്തരിച്ചിട്ടും ഒരു തെറ്റും യേശു ക്രിസ്തുവിനെ കണ്ടില്ല. വീണ്ടും നാം അറിയുന്ന പോലെ യഹൂദ മതക്കോടതി ആ സന്നിധി സംഘം വിസ്തരിച്ചില്ലേ. അവർ വിസ്തരിച്ചിട്ടും മരണകരമായ ഒരു തെറ്റും യേശു ക്രിസ്തുവിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. തുടർന്ന് പീലാത്തോസ് കോടതി വിസ്തരിച്ചു. അവിടെയും ഈ മനുഷ്യനെ ദോഷം എന്തെന്നാണ് ചോദിച്ചത്. ഉത്തരം പറയാൻ ലോകത്തിൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും അതാ കർവദാസ് എന്ന ഗലീല രാജാവ് വിസ്തരിച്ചില്ലേ. എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? വീണ്ടും സിവിൽ കോടതിയിലേക്ക് വന്നു. സിവിൽ കോടതി വിസ്തരിച്ച് അവസാനം ജഡ്ജിമെന്റായ പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തെ എനിക്ക് പങ്കില്ല. ലോക ചരിത്രത്തിൽ നീതിമാൻ എന്ന് ലോകത്തെ വിധി എഴുതിയ സത്യത്തെ സാക്ഷീകരിച്ച ഒരുവരുണ്ടെങ്കിൽ അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനോടുകൂടെ അഥവാ അവന് 30 വെള്ളിക്കാശിന് ധരിക്കാകും ഒറ്റിക്കൊടുത്ത യൂദാസ്. ആ യൂദാസ് വിളിച്ചു പറയുകയാണ്, ഞാൻ 30 വെള്ളിക്കാശിന് എന്റെ ഗുരുവിനെ വെറ്റിയെന്ന് സത്യമാണ്, എന്നാൽ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു വന്നിരിക്കുന്നു. ലോക ചരിത്രത്തിൽ കുറ്റമില്ലാത്ത രക്തത്തിനുടനെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവനോട് തൂക്കപ്പെട്ട 2 കള്ളന്മാർ. ഇപ്പോൾ ആ കള്ളനും പറയുകയാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവരോ അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അനുമതി മരണം രേഖപ്പെടുത്തിയിട്ടുള്ള റോമൻ ശതാധിപൻ വിളിച്ചു പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗം കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവൻ വാസ്തവമായി നീതിമാൻ. ഒരു നീതിമാന്റെ മരണമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് മരണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രേഖപ്പെടുത്തുന്ന മറ്റൊരു ശതാധിപൻ വിളിച്ചു പറയുകയാണ്, ഇവൻ വാസ്തവമായി ഇത് ദൈവപുത്രനാണ്. കാരണം ഇവന്റെ മരണത്തിൽ സൂര്യനുണ്ടു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കട തുറക്കപ്പെട്ടു, ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുഖം അടിവരയിൽ കീറിപ്പോയി. അത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു ന്യായവിധി കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപം തന്റെ മഹനീയമായ ശരീരത്തിലേക്ക് ഗെത്സമനെ എന്ന തോട്ടത്തിൽ വെച്ച് യേശു ക്രിസ്തു എടുത്തുകൂടിയേ. ഏകദേശം രാത്രി 1 മണിയോടെ അടുത്ത സമയത്ത് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാപമാത്രമെങ്കിൽ നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നാഥ, അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ചെയ്ത പാപം, നമ്മുടെ ജന്മകർമ്മ പാപങ്ങൾ, ആ പാപം മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്മേൽ ദൈവം അവന്റെ മേൽ ചുമത്തി. പാപമറിയാത്തവനെ നമ്മിൽ അവ ദൈവത്തിന് നീതിയാകേണ്ടത് അവൻ പാപമാക്കിയെന്നാണ് തിരുവെഴുത്തിലേക്ക്. അല്ലയോ ക്രിസ്തു, അങ്ങ് നമുക്ക് വേണ്ടി ആ പാപം ഏറ്റെടുത്തപ്പോൾ, അല്ലയോ സ്നേഹിത, നിങ്ങൾ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. അവൻ പീലാത്തോസിന്റെ കൽത്തറ മുതൽ ആ ഗോകുൽത്ത വരെ അടിച്ച് നടത്തപ്പെട്ടപ്പോൾ തെറിച്ചു വീണ ചോരയുണ്ടല്ലോ. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവന്റെ തോട്ടിരിക്കുന്ന ആ ഭാരവേറിയ കുരിശുണ്ടല്ലോ. അതാണ് പൈതൃകമായി നാം പാപത്തിന്റെ അടിമത്വത്തിൽ കിടന്നുകൊണ്ട് അടിമകൾക്ക് ലഭിക്കേണ്ട ക്രൂശുമരണം. ആ ക്രൂശുമരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ അടിമത്വത്തിൽ കഴിയുന്ന മനുഷ്യനെ വീണ്ടെടുപ്പാൻ ഇതാ ഭാരവേറിയ കുരിശും കയറിക്കൊണ്ട് റോമൻ ചാട്ടവാറുകൾ അവന്റെ ശരീരത്തിൽ പതിക്കുമ്പോൾ തെറിച്ചു വീഴുന്ന ചോരത്വ പാടുകളുടെ ചോരച്ചാലിലൂടെ അനേക സ്നേഹിത 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഭാരവേറിയ കുരിശു കയറി അവൻ ചുവന്നു കയറിയെങ്കിൽ ഈ പാപിയെ ശിക്ഷിക്കുന്ന ഒരു നീതിമാന ദൈവം സ്വർഗത്തിനുണ്ടെന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുമോ? ആ ക്രൂശിലേക്ക് നോക്കിയാൽ അനേകർക്ക് അപ്പം ഒരുക്കി കൊടുത്ത, അനേക കുഷ്ഠങ്ങൾ തൊട്ട് സൗഖ്യമാക്കിയ ആ സൗഖ്യദായകങ്ങളിൽ കാര്യം വെച്ചടിച്ചത് സ്നേഹിത, എന്നെയും നിന്നെയും സ്നേഹിച്ചതുകൊണ്ട് നമ്മുടെ പാപപ്രവൃത്തികൾ ദൈവസന്നിധിയിൽ വിസ്തരിക്കപ്പെട്ടാൽ നാം നിത്യ
നിത്യമായ നരകാഗ്നിയിൽ കിടന്ന് കത്തേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവായ യേശു നമ്മുടെ പാപത്തിന്റെ ആ ശിക്ഷ ഏറ്റെടുത്തപ്പോൾ അവന്റെ കരങ്ങളെ ചേർത്ത് വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുമേനി, ആ തിരുമേനി റോമൻ ചാട്ടവാറുകൾ ആ ഞാഞ്ഞു മതിച്ചപ്പോൾ ഒരു കർഷകൻ തന്നെ നിലകൊടുത്ത് വഹിക്കുന്ന പോലെ എന്തെന്നറിയാമോ? നാം അഹൃത്യത്തിൽ ഉരുവായി പാപത്തിന്റെ അമ്മയെ ഗർഭം ധരിച്ചു എന്നാണ് ദാവീദ് രാജാവ് പോലും പാടിയിരിക്കുന്നത്. അങ്ങനെ പാപോകം, പാപകർമ്മോകം, പാപാത്മാ, പാപസംഭവം, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യൻ പാപത്തിൽ മരിച്ചാൽ ആവശ്യം മനോക്തവ്യം ഗൃഹം ധർമ്മം ശുഭ അശുഭം നൃത്തം ചെയ്തേ എന്ന കൽപ്പനയോട് കഥയേവി എന്നാണ് ഭൗതികത പോലും പറഞ്ഞിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും പാപത്തിന്റെ വന്നദൂരമായ നിത്യമായ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ തിരുമേനി അടിച്ചുചാല് പോലെ കഴിയുന്നത്. സ്നേഹിത, മറന്നു പോകരുത്. അവരുടെ കാലുകളിലേക്ക് നോക്കുമോ ആ കാലുകൾ സത്യവും നീതിയും ധർമ്മവും സ്നേഹവും ലോകത്തിൽ നൽകിയ ആ പവിത്രമായ കാലുകളിൽ കാര്യമാണെന്ന് ചരിച്ചു എന്തെന്നറിയാമോ? ഞാൻ എന്തെങ്കിലും പാപത്തെ പാൽ പോലെ ആസ്വദിച്ച് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് നരകത്തിലേക്കാണ് നടന്നത്. ആ നരകത്തിൽ നിന്നും ജീവന്റെ വഴിയിലേക്ക് നമ്മൾ നയിക്കുവാനാണ് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലുകളെ കാര്യമാട് വെച്ചരിച്ചത്. മറന്നു പോകരുത്. അല്ലെങ്കിൽ കർത്താവായ യേശുവേ, അങ്ങ് രാജാതിരാജാവ്, കർത്താതി കർത്താവ്, അമർത്യൻ, അടുത്തുകൂടാതെ ഉടാശ്വസിക്കുന്നവൻ, അവിടുന്നാണ് യഥാർത്ഥത്തിൽ ആ മഹാദൈവത്തിന്റെ ശിരസിൽ. എന്തുകൊണ്ടാണ് പ്രിയരെ മുൻമുടി വെച്ച് അടിച്ചിറക്കിയ നിങ്ങൾക്കറിയാമോ? ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ജീവനുള്ള ദൈവം ആത്മാവാണെന്ന് മനസ്സിലാക്കാതെ, ആത്മാവായ ദൈവം ആ വിഗ്രഹങ്ങളിൽ ഉറങ്ങാത്ത ദൈവമാണെന്ന് സത്യം മനസ്സിലാക്കാതെ, മേലാകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് വെള്ളത്തിലുള്ള യാതൊന്നിനെയും പ്രതിമയോ സാദൃശ്യം ഉണ്ടാക്കി വന്ദിക്കുകയോ സേവിക്കുകയെന്ന് ദൈവം കൽപ്പിച്ചിരിക്കെ. പുറപ്പാട് 20-ാം അധ്യായത്തിന്റെ 1-ായിട്ടുള്ള വാക്യങ്ങളിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കെ ജയമുള്ള മനുഷ്യന് രണ്ടാതി നാൽക്കാലി എന്നിവ രൂപസാദൃശ്യങ്ങൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെതെന്ന് പറയുന്നത് അവർ ആരാധിക്കുന്ന അല്ലയോ മനുഷ്യ. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, ഞങ്ങൾ ദൈവാലയങ്ങളിൽ ഇരിക്കുന്നത് അഥവാ തിരുസ്വരൂപങ്ങളാണ്. ഞാൻ ചോദിച്ചോട്ടെ, തിരുസ്വരൂപം ദൈവത്തിന്റെ സ്വരൂപമല്ലേ? അങ്ങനെ ദൈവത്തിന്റെ സ്വരൂപം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കർത്താവ്, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും എന്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കെ കർത്താവായ യേശു ക്രിസ്തു തോമാസ്ലീഹായോട് പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാരെന്നാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, സ്നേഹിത, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാളികൾ, കോഷ്ടിൽ പ്രിയപ്പെടുന്ന ഏവരും തീയും ഗന്ധർവ തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടും. അത്രമാത്രം വിഗ്രഹാരാധന ദൈവം നിഷേധ്യമായിക്കൊണ്ടിരിക്കെ ജീവനുള്ള ദൈവം ജീവനുള്ള ആലയത്തിൽ വസിക്കുകയുള്ളൂ. ജീവനുള്ള ദൈവത്തിന് ജീവനുള്ള ആലയമായി ഹൃദയം കൊടുക്കാതെ ലോകത്തിന്റെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മതങ്ങൾക്ക് പണം ഉണ്ടാക്കുവാൻ വേണ്ടി അവരുടെ മന്ദിരങ്ങൾ പണിത് അവർ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച് ഇവിടെ മനുഷ്യനെ ചൂഷണം ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? പ്രത്യാശയുണ്ടോ? ദുഃഖത്തിന് പരിഹാരമുണ്ടോ? എന്നാൽ ഇന്ന് യേശു ക്രിസ്തു പറയുക, ജീവിക്കുന്ന ദൈവമായ ക്രിസ്തു താങ്കളുടെ ക്രൂശിൽ നമുക്ക് വേണ്ടി ആ മുൾമുടി അണിഞ്ഞ് നമുക്ക് വേണ്ടി പറഞ്ഞു നിവൃത്തിയായി. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീലത്തിന്റെ സ്വർഗത്തിലേക്ക് ഒരു പുതുവഴി തുറന്നപ്പോൾ അവൻ പറയുകയാണ് നിവൃത്തിയായി. അപ്പോൾ ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുഴുവൻ അടിവരെയും കീറിപ്പോയി. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, മാനുഷിക മന്ദിരങ്ങളിൽ അവിടെ കൊണ്ട് അവസാനിച്ച് പുതിയൊരു മന്ദിരം യേശു ക്രിസ്തു അവിടെ തന്നിലൂടെ സ്ഥാപിക്കുകയാണ്. അതാണ് ഞാൻ ശ്രദ്ധിക്കുന്ന സ്നേഹിത. എന്നാൽ ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവർ എന്നോടും കൂടെ അത്താഴം. ദൈവം വസിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിലേക്ക് ദൈവം വന്നാൽ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവാത്മാവ് വസിക്കുന്ന അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ വിശുദ്ധമായ മന്ദിരത്തിൽ അശുദ്ധമായി ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അങ്ങനെ യേശു ക്രിസ്തു കാലുകളിലെ ആ പർവ്വതത്തിൽ മരിച്ച് അവസാനിച്ചിരുന്നുവെങ്കിൽ രക്തസാക്ഷി മണ്ണവും പറയാമായിരുന്നു. ഈ ലോകത്ത് അനവധി മഹാരഥന്മാരും മസ്തിഷ്കമല്ലന്മാരും മതവീർക്കന്മാരും മരിച്ചു മാറ്റപ്പെട്ടു പോയ ലോകത്ത് പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും പ്രസിദ്ധിയേറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞരെല്ലാം മരിച്ചു. മത്സ്യക്കൂർ അരാഗസ്യ നരസിംഹ ഭാവന രാമോ അവച്ച കൃഷ്ണരാധന. അത് 9-ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വന്ന് വേലങ്ങളിലേക്ക് കാലവഴിയിലേക്ക് ഒരു ഭാഗവതം 10-ാം സ്കന്ധം വേണ്ടി വെച്ചിരിക്കെ മുഹമ്മദ് നബി വെച്ച് മെദീനത്തടങ്ങിയിരിക്കെ ബുദ്ധൻ വെച്ച് ഗയടങ്ങിയിരിക്കെ
ശുദ്ധീകരിക്കെ ആയിരങ്ങൾ മരിച്ചു മാറ്റപ്പെട്ടു. ലോകത്ത് മരിച്ചു വരുന്ന മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരുവൻ, അവരാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കും. എപ്പോൾ ജീവിക്കും? യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഈ പവിത്രനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്ന, നീതിമാനായിരിക്കുന്ന, ഈ വെളിപ്പെട്ട ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് നിങ്ങൾ പാപങ്ങൾ ഏറ്റു പറയുമോ? അല്ലയോ കർത്താവായ യേശുവേ, ഞാൻ ഒരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി കാലുകളുടെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു അധമോദിയെ പോലെ എനിക്ക് പകരമായി അങ്ങ് മരിച്ചുവെന്നും അങ്ങ് എനിക്ക് വേണ്ടി കല്ലറയിൽ അടക്കപ്പെട്ടുവെന്നും എന്നാൽ ആ കല്ലറയെ ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും അങ്ങ് ഈ ഭൂമിയിൽ 40 നാൾ തന്നെ ആളുകൾ അതേ പാപങ്ങളും സഞ്ചരിച്ചുവെന്നും തന്റെ വർദ്ധേഷ്യന്മാരോട് അങ്ങ് തേൻകെട്ടയും മീനും ഭക്ഷിച്ചു കാണിച്ചു കൊടുത്തുവെന്നും അങ്ങ് അവർ നോക്കി നിൽക്കാതെ അതുപോലെ ജെറുസലേമിലെ ഒരു മൈലിൽ നിന്നും മേഘമെടുക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തുവെന്നും ആ സ്വർഗത്തിൽ നിന്ന് അങ്ങ് മടങ്ങി വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് എന്റെ കർത്താവായ യേശുവേ, അങ്ങേ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ഹൃദയനാഥനായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ ജീവനുള്ള ക്രിസ്തു പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് പറയും, അപ്പാ പിതാവേ, പുത്രത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കും. പ്രിയരെ, അങ്ങനെ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വന്നാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഒരു കാലഘട്ടത്തിൽ ഞാൻ മദ്യപിച്ചും അതുപോലെ പാപത്തിന്റെ വഴികളിൽ, രാഷ്ട്രീയ വഴികളിൽ എല്ലാ വഴികളിലും ജീവിച്ചൊരു മനുഷ്യനാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിനോട് പാപങ്ങളേറ്റ് പറഞ്ഞപ്പോൾ ആദ്യം പാപം മോചിക്കുന്നവരല്ല. യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായി പാപങ്ങളേറ്റ് പറഞ്ഞാൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ കർത്താവായി ഇറങ്ങി വന്നാൽ ആ നിമിഷം ലോകം തരാത്ത സമാധാനം, മദ്യം തരാത്ത സമാധാനം, മയക്കുമരുന്ന് തരാത്ത സമാധാനം, ലോകത്തിന് പണത്തിന് തരാൻ കഴിയാത്ത സമാധാനം, ലോക ഇമ്പങ്ങൾക്ക് തരാൻ കഴിയാത്ത സമാധാനം, ആ ദിവ്യ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മുടെ ജീവന്റെ പുസ്തകത്തിലും അങ്ങനെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക അനുഭവിയുടെ രണ്ടാമത്തെ മരണം, ആ നിത്യമായ മരണത്തിലേക്ക് പോകാതിരിപ്പോൾ ഒരേ ഒരു സൂര്യകയിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളായിരിക്കുന്ന സമസ്ത മനുഷ്യരെ രക്ഷിപ്പോൾ ഒരേ ഒരു രക്ഷിതാവ്, അവരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ മതം മാറ്റുന്ന സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. വിനയോ മാനവൻ മത്തായിയായി ഒത്തടിച്ചു കാണുന്നാൽ മദ്യപാനം സ്വർഗ്ഗരാജ്യ അവകാശമാക്കില്ല. പേരെ ഇത് മതരാക്കുന്ന പറഞ്ഞു തരില്ല. കാരണം ഞങ്ങൾക്ക് ഈ സത്യവചനം പറഞ്ഞാൽ അത് പറഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ആരും മതം മാറണ്ട, മനം മാറിയാൽ മതി. പേര് മാറണ്ട, പ്രവൃത്തി മാറും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, നിങ്ങൾ ചോദിച്ചല്ലോ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം യേശു ക്രിസ്തു പറയാണ്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ഏത് നിമിഷവും മരിച്ചവർ അക്ഷരായിലേക്കും ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ സ്വർഗങ്ങളിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കും. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിന്റെ നാദത്തോടും സ്വർഗം നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്നതാമോ രൂപാന്തരം പ്രാപിച്ച ആകാശഗ്രഹങ്ങളിൽ ഈ സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ദൂരെ ഇരിക്കുമെന്ന് ഈ ഭൂമിയിൽ ഇന്ന് വരെ വാഗ്ദത്തം ചെയ്ത് മടങ്ങി വരാമെന്ന് പറഞ്ഞ ഒരേ അവതാര പുരുഷൻ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുമാറിലേക്ക് മുത്തമിടുവാൻ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ അംഗീകരിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്ത്യാനിയായി ഈ ഭൂമിയിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തിയും ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ജീവിച്ചിരിക്കുന്ന നിമിഷമാണ് ഇന്ന് യേശു ക്രിസ്തു വരുമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാത്മകമായി സ്വീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് നാമത്തിൽ തന്റെ അന്ത്യകൽപ്പനെ ജ്ഞാന സ്നാനം സ്വീകരിച്ച് ആത്മാവും ആയ ദൈവത്തെ ആത്മാവും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ക്രിസ്ത്യാനിയെ ആ കാലഘട്ടത്തിൽ രൂപാന്തരപ്പെട്ട് എഴുതപ്പെടുകയും അഥവാ മരിച്ചാൽ ക്രിസ്തു ഉയർത്തുകയും ചെയ്യും. ഇല്ല എങ്കിൽ കല്ലറയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. അന്ത്യ പുനരുത്ഥാനം അത് ഭാവിക്കുള്ള പുനരുത്ഥാനമാണ്. ഇന്നോളം ആകാമിക സന്ധികുലത്തിൽ ആരെല്ലാം പാപിയായി മരിച്ചിട്ടുണ്ടോ
അവരെല്ലാം ഒരു പുനരുത്ഥാനമുണ്ട് പ്രിയരെ. ആ പുനരുത്ഥാനത്തെ കുറിച്ച് ബൈബിൾ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ രേഖപ്പെടുത്തുകയാണ്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലൊരുത്തൻ ഇരിക്കുന്നത് കണ്ടു, അവൻ ആകാശം ഓടിപ്പോയി, മരിച്ചവർ ആപാലവൃത്തം ആ സിംഹാസനത്തിൽ നിൽക്കുന്നത് കണ്ടു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം ഒരു പുസ്തകം തുറന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, CCTV വെച്ച് ഇന്നിവിടെയുള്ള എല്ലാ സംഭവവികാസങ്ങളും മനുഷ്യൻ നിരീക്ഷിക്കുന്നുവെങ്കിൽ ഈ CCTV ഉണ്ടാക്കിയ മനുഷ്യനെ സൃഷ്ടിച്ചൊരു ദൈവം അവന്റെ പുസ്തകങ്ങൾ തുറക്കും. അങ്ങനെ തുറക്കുമ്പോൾ രാത്രിയും പകരമില്ലാതെ പോലെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ സമസ്ത പാപങ്ങൾക്കും ഏത് വമ്പനും കൊമ്പനും തമ്പുരാനും ഒരുപോലെ കമ്പം പിടിപ്പിക്കുന്ന ദൈവത്തിന് ന്യായീകരിക്കുമ്പോഴേക്കേണ്ടി വരും. അന്ന് പുനരുദ്ധാന പ്രാകൃത ശരീരം നിൽക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ചെയ്ത ഓരോ തെറ്റിനും കൃത്യമായി കണക്ക് പറഞ്ഞ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇവിടെ 8, 6, 7 കൊലപാതകങ്ങൾ ചെയ്തിട്ട് ഒരു പക്ഷേ ഇവിടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പണ സ്വാധീനം കൊണ്ട് നീ രക്ഷപ്പെട്ടെന്നിരിക്കാം. പക്ഷേ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴക്കാലെല്ലാം മുടങ്ങി യേശു കർത്താവ് വിളിച്ചു പറയുന്ന ന്യായാധിപനുണ്ട്. ആ ന്യായാധിപന് മുമ്പ് വെക്കുമ്പോൾ, നീതിയുടെ ന്യായാധിപൻ ന്യായം വിധിക്കുമ്പോൾ ഏവരെയും ശിക്ഷിച്ച് ന്യായമായ ശിക്ഷ കൊടുത്ത് നരകത്തിലേക്ക് തള്ളും. അപ്പോൾ നിങ്ങളോട് ചോദിച്ചു, അങ്ങനെ ഒരു നരകമുണ്ടോ, അങ്ങനെ ഒരു നരക ശിക്ഷ ഉണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഞങ്ങളത് ഭയക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചേക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവാണ് തിരുവാവുന്നത്. നരകമുണ്ട്, കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാം, അങ്ങനെ കെടാത്ത തീയോ, വെള്ളമൊഴിച്ച കെടാത്ത തീയുണ്ടോ? അങ്ങനെ കെടാത്ത തീ എങ്ങനെയാണ് ചാകാത്ത പുഴു? ന്യായമായ ചോദ്യമാണ് പ്രിയരെ. എന്നാൽ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രപരമായ മനുഷ്യ, ഞാൻ ഉത്തരം പറയാം. ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. ശാസ്ത്രമെന്ന ആശയം മനുഷ്യ ശബ്ദകോശം ഇല്ലാതെ ഒരു കാലഘട്ടമാണല്ലോ BC 2000 എഴുതി വെച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം വായിക്കണം. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം അധിവസിക്കുന്ന ഭൂമി അനവധി ഫലസമൃദ്ധികൾ നൽകുന്നു, ഇഷ്ടം പോലെ ഫലസമൃദ്ധി നൽകുന്നുവെങ്കിലും ഈ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളുമുള്ള ഈ ഭൂമി 71% കടലുള്ള ഭൂമി, 71% കരയുള്ള ഭൂമി. ഈ ഭൂമിയുടെ ഭൗമണ്ഡലം നാം ഈ നിൽക്കുന്ന ഭാഗം കുഴിച്ചെന്ന് താഴോട്ട് ചെന്നാൽ ഒരു 60-70 കിലോമീറ്റർ ഉള്ളിലേക്ക് കുഴിച്ചു ചെന്നാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് കത്തി മറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. കാരണം നാം അധിവസിക്കുന്ന ഭൂമി 25,000 മൈൽ ചുറ്റളവുള്ള ഭൂമി. ഈ വരുന്ന ഭൂമി 1000 മൈൽ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കറക്കത്തിൽ ഇതിനുള്ളിലുണ്ടാകുന്ന സ്പാർക്കിങ്ങിൽ അത് അനവധി ഡീസലും പെട്രോളും കുഴിച്ചെടുക്കുന്ന ഭൂമിയിൽ അനവധി ഒലിച്ചിറങ്ങി അന്തരാളത്തിലേക്ക് ചെല്ലുകയും അവിടെ ധാതുപദാർത്ഥങ്ങൾ കത്തി മറന്നുകൊണ്ടിരിക്കുകയല്ലേ പ്രിയരെ. അതിൽ ഭൂവലക്കത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ, ഭൂമിയിലുണ്ടാകുമ്പോൾ പുറത്തൊരു കട്ടി വരുന്ന സ്ഥലത്ത് അത് വിള്ളലുണ്ടാകും. ആ വിള്ളലിലൂടെ പുറത്തേക്ക് പൊട്ടി വരുന്ന അഗ്നിസ്ഫോടനം ആർക്കും നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ നാം അധിവസിക്കുന്ന ഭൂമിയുടെ കടലിന്റെയും കരയുടെയും അടിയിൽ തന്നെ ഉള്ളിൽ തന്നെ കത്തി മറയുന്ന ലാവയെന്ന് പ്രിയരെ. ആ ലാവ ഒരിക്കൽ നാം അറിയുന്ന പോലെ ഇന്തോനേഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ ഇതുപോലൊരു അഗ്നിപർവ്വതം പൊട്ടി. അതിന്റെ പ്രത്യാഘാതമല്ലേ ഇവിടെ സുനാമി ഉണ്ടായത്. ഈ കടലിലെ വെള്ളത്തിന് ഈ ഭൂമിയുടെ ഉള്ളവയിലേക്ക് അവൻ ഒലിച്ചിറങ്ങി അങ്ങ് പൊട്ടി അഗ്നിപർവ്വതത്തെ കടത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇവിടെ സുനാമി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് കെടാത്ത തീ ഉണ്ട്. ഈ ഭൂമിയുടെ സമസ്ത വെള്ളം ഒഴിച്ചാലും കെടാത്ത തീ നമ്മുടെ ഭൂമിയുടെ അന്തർഭാഗത്ത് തന്നെ ഉണ്ട്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അനവധി ഗ്രഹങ്ങളിൽ കത്തി മറന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കെടാത്ത തീ ഉണ്ട്. ഇനി കെടാത്ത തീ ചാകാത്ത ഉണ്ടോ? ന്യായമായ ചോദ്യമാണ്. ഇത്രമാത്രം കെടാത്ത അതിശേഷിയിൽ തിളച്ചു മറയുന്ന ഈ ലാവയിൽ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? പ്രിയ സ്നേഹിതൻ, 1983 അമേരിക്കയിലെ കാലിഫോർണിയയിൽ അമേരിക്കയുടെ ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അവിടെ സജീവമായി പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് പഠനം നടത്തുകയാണ്. അങ്ങനെ പഠനം നടത്തിയപ്പോൾ അവിടെ മഹത്തായ സത്യം കണ്ടെത്തി. എന്ന് പറഞ്ഞാൽ ഈ അത്യുഗ്രശേഷിയിൽ തിളച്ചു മറയുന്ന ലാവ അത് ഭക്ഷിച്ച് അതിൽ ജീവിക്കുന്ന ബാറോച്ചോടി പുഴുക്കളെ കണ്ടെത്തിയില്ലേ? ആ ബാറോച്ചോടി പുഴുക്കളെ അഥവാ അവരെ നശിപ്പിക്കുവാൻ വേണ്ടി മാസ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോകെമിക്കൽ പ്രൊഫസർ ഉൾഭാഗം സംഭവം ചേർന്ന് ഏറ്റവും തീവ്രതയെ ആസിഡിലേക്ക് ഇട്ടില്ലേ? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു? ഇല്ല. എന്ന് ഈ പ്രകൃതി ശാസ്ത്ര ജേതക മാസികയിൽ അവർ രേഖപ്പെടുത്തിയില്ലേ സഹോദര? അതുകൊണ്ടാണ് കെടാത്ത തീയുണ്ട്, ചാകാത്ത ഉണ്ട്, ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, പാപിയായ മനുഷ്യൻ നിത്യമായ നരകാഗ്നിയിലേക്ക് നിത്യവും കർത്താവിരിപ്പാനാണ് പാപിയെ രക്ഷിപ്പാൻ ഞാൻ ലോകത്ത് വന്നത്. ലോകതലത്തിൽ നിന്ന് ഒരു പാപിയെ രക്ഷിപ്പാൻ ലോകത്ത് വന്ന ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ അവനാണ് ഞാൻ പ്രസംഗിക്കുന്ന, ബൈബിൾ പ്രഖ്യാപിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. മറ്റവതാര പുരുഷന്മാരോട് നിങ്ങൾ ചോദിക്കണം, അങ്ങെന്തിനാണ് വന്നത്? അവരെല്ലാം പറയും, പരിത്രാണായി സാധൂനാം വിനാശായ ചതുഷ്കൃതാം, പാപികളെ കൊന്നൊടുക്കി നീതിമാന്മാരെ രക്ഷിപ്പാൻ വന്നുവെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു അങ്ങെന്തിനാണ് വന്നത്? പരിത്രാണായി ദുഷ്കൃതാം, പാപികളെ രക്ഷിപ്പാൻ ലോകത്ത് വന്നുവെന്ന് അവകാശപ്പെട്ട് ഒരുവൻ വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശു ക്രിസ്തു. എന്താണ് കാരണം? പാപി എല്ലാവരും നരനും കൂടുതലെ പൗരശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ, സമസ്ത മനുഷ്യരും പാപികളാണ്. റോമാലേഖനം 3:10 ബൈബിൾ പറയുന്നു, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ മനസ്സിലാക്കുകയായിരുന്നു. റോമാലേഖനം 1:12 പറയുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ നമ്മൾ ലോകത്തേക്ക് വന്നിരിക്കുന്നു. റോമാലേഖനം 3:19 പറയുന്നു, ഏഴ് വായുമടങ്ങ് എല്ലാ മനുഷ്യരും ഒരുപോലെ രക്ഷായ യോഗ്യർ. അതുകൊണ്ടാണ് സമസ്ത മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ സർവ്വലോകത്തുണ്ടാവാൻ മഹാസന്തോഷം ഞാൻ ഇവിടെ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തുവിന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ച് ഈ ഭൂമിയിൽ 33 വയസ്സ് ജീവിച്ച് കാലയുടെ ക്രൂശിൽ മാനവരാശിക്ക് വേണ്ടി പരമയാഗമായി തീർന്ന് മനുഷ്യരിൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വെളിപ്പെട്ടൊരു ദൈവമില്ല. അവനല്ലാതെ ഒരു രക്ഷിതാവില്ല. അവനല്ലാതെ കർത്താവില്ലാതെ എഴുതപ്പെട്ട് ഗ്രന്ഥവും ചെയ്യാൻ സാധിക്കും. സമയക്കുറവുകൊണ്ടാണ് പ്രിയരെ. അതുകൊണ്ടാണ് അനന്തതയോടെ അവനിൽ ആഗമിച്ച് അനന്തകോടി ജനങ്ങളെ ഭയാനകമായ പാപം തന്റെ പരിശുദ്ധമായ ശരീരത്തിൽ ആവമിച്ച് അവനിക്കും ആകാശത്തിനും മധ്യേ അതിദാരുണമായ അന്ധശ്വാസം ധരിച്ച് അവനിൽ അടക്കപ്പെട്ട് ആക്കം കൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആനീകരിച്ച പാതകളും ഈ ഭൂമിയിൽ സഞ്ചരിച്ച് തന്നെ അനുഗമ ശിഷ്യന്മാരെ ആണിത്തരമുള്ള കൈവിട്ട് അനുഗ്രഹിച്ച് അന്നവരെ കാരോപണം ചെയ്ത് അതിന്റെ സിംഹാസനത്തിൽ ആരൂഢരായിരിക്കുന്ന ഒരു മഹിമാധരനുണ്ടെങ്കിൽ മടങ്ങി വരാൻ പോകുന്ന മഷിക മഹാരാജാവാണ് പേര്. ഈ മഷിക മഹാരാജാവ് സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ പള്ളി എടുത്തോ ആ പള്ളിയുടെ താഴെ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ പള്ളിയുടെ രജിസ്റ്ററിയുടെ പേര് കാണും, പക്ഷെ ജീവിതത്തിൽ പേരുണ്ടോ പ്രിയരെ? ജീവിതത്തിൽ പേര് കാണാത്ത തീക്കുഴി തള്ളപ്പെടും. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടണം. ബൈബിൾ പറയുന്ന പ്രകാരമാണ്. അപ്പോസ്തലരുടെ 2:47 രക്ഷിക്കപ്പെടുന്നതിന് വരെ കർത്താവ് സഭയോട് ചേർത്തു. ക്രിസ്തുവിന്റെ മാർമിക ശരീരമാകുന്ന സഭയോട് രക്ഷിക്കപ്പെട്ടവരെ മാത്രമേ ചേർക്കുന്നുള്ളൂ. ആ രക്ഷിക്കപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജ്ഞാന സ്നാനം കഴിക്കുന്ന ക്രിസ്തുവിന്റെ സ്വർഗീയ കൽപ്പന അത് നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിഗ്രഹങ്ങൾ വിട്ട്, സാദൃശ്യങ്ങൾ വിട്ട്, കുംഭസാരം വിട്ട്, കുർബാന വിട്ട്, യേശു ക്രിസ്തുവിന്റെ ഏക പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തു വസിക്കുന്ന ക്രിസ്തുവിന്റെ ആലയമായി തീർന്നിട്ടുള്ളൂ. എങ്കിലാണ് ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ ക്രിസ്ത്യാനിയായി തീർന്ന് സാക്ഷാൽ ക്രിസ്തുവിന്റെ എടുക്കപ്പെടുവാൻ ഈ ദേശത്തെ എല്ലാവരെയും ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച ഡ്രൈവർമാരെ, ഞാനും ഒരു കാലത്ത് ഇതുപോലെ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവറുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഒരു കുടുംബം നടത്തുവാൻ കഴിക്കുന്ന ആ തൊഴിലാളികളുടെ വേദന എനിക്കറിയാം. അതുപോലെ കട നടത്തുന്ന ഞങ്ങൾ കട നടത്തിയിട്ടുണ്ട്. ഈ കട നടത്തുന്ന ഓരോ കടക്കാരുടെയും മനോവേദന നമുക്ക് മനസ്സിലാക്കാൻ കാണുമ്പോൾ എല്ലാം വളരെ രസമെന്ന് തോന്നും. എന്നാൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന വ്യവസ്ഥ നമുക്കറിയാൻ പറ്റും. അതുപോലെ ലോകത്ത് ഈ കഷ്ടപ്പെടുന്നവരും അതുപോലെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സ്വൈര്യമില്ല സമാധാനമില്ല ജീവിക്കുന്ന മനുഷ്യരോട് യേശു ക്രിസ്തു മാത്രമേ പറയുന്നുള്ളൂ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ ചുമടുകളെ ലഘുവാണ്, എന്റെ മുഖം വളരെ മൃദുവാണ്. പ്രിയ സ്നേഹിത, ഈ ജീവിതം ഇന്ന് അവസാനിച്ചാൽ, ഇന്നൊരു മരണം സംഭവിച്ചാൽ നീ പാതാളത്തിലേക്കാണോ ദൈവത്തിന്റെ പ്രതീക്ഷയിലേക്കാണോ ആത്മാവ്? അവിടുന്ന് കർത്താവിന് കാഹളം ധരിച്ചാൽ ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള അനുഭവമായി നിങ്ങൾ രൂപാന്തരപ്പെടുമോ? അതിവോ പിശാചിന്റെ ഭൂതന്മാർക്കും നരകാഗ്നിയിലേക്ക് പോകുവാൻ ഒരു നിത്യമായ അഗ്നിയുടെ കത്തുവോ നിത്യ നരകത്തേക്ക് പോകുമോ? ജീവിതയാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ടേക്കാണ്? നാശത്തിന്റെ പാതയിലേക്കോ അത് ജീവിത മാർഗത്തിലേക്കോ? എന്നെ തീരുമാനിക്കുക. യേശു ക്രിസ്തുവിന്റെ പാപങ്ങളേറ്റ് പറയുക. ജീവിക്കുന്ന ക്രിസ്തുവായ ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനോട് ഹൃദയത്തിലേക്ക് കർത്താവേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. പള്ളിയുടെ അൾത്താരയിൽ നിന്നിറക്കി ഹൃദയമാകുന്ന അൾത്താരയിലേക്ക് ഞാൻ ഇതാ നിന്നെ പ്രതിഷ്ഠിക്കുന്നു. ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിനായി ജീവിക്കും, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി പ്രവർത്തിക്കും, മരിച്ചാൽ ക്രിസ്തുവിനായി മരിക്കും. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. പ്രിയ സ്നേഹിതന്മാരെ,
അമേരിക്കയുടെ പ്രസിഡന്റ് കെന്നഡി വെടിയേറ്റ് മരിച്ചു. അപ്പോൾ ലോകത്തിൽ ഒന്നടങ്ങ് വേണ്ടി തീരാ നഷ്ടം. ഇന്ത്യയുടെ പ്രിയദർശി രാജി യു പിയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ അവസാനം ഞാൻ ഇന്ത്യക്ക് വേണ്ടി ഊറ്റുമെന്ന്. അവസാനം സ്വന്തം സെക്യൂരിറ്റിയെ ഏറ്റുമരിച്ചപ്പോൾ ഇന്ത്യൻ പത്രങ്ങളെല്ലാം വേണ്ടി തീരാ നഷ്ടം. കേരളത്തിന്റെ സാംസ്കാരിക നേതാക്കന്മാരിലെ ഗൃഹണിയായി സുകുമാർ അഴീക്കോട് അദ്ദേഹം മരിച്ചപ്പോഴും കേരളത്തിന്റെ പത്രങ്ങൾ എഴുതി തീരാ നഷ്ടം. നഷ്ടം നഷ്ടം നഷ്ടം. മതങ്ങളെ, ഇസങ്ങളെ, തത്വചിന്തകളെ നഷ്ടം, രാഷ്ട്രീയ നേതാക്കന്മാരെ നഷ്ടം. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു വിശ്വസിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന മഹത്തായ മാർഗത്തിൽ അണിചേർന്നത് കാരണത്താൽ പിടിച്ചിടിയ പത്രോസിനെ തലകളെ ക്രൂശിച്ചു കൊണ്ടുവരികയെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഈ ജീവന്റെ മാർഗം. പിടിച്ചില്ലേ അന്ത്രയോസിനെ, അടിച്ചവശനാക്കി കുതിരയ്ക്ക് കെട്ടി വലിച്ച് റോഡിലൂടെ വലിച്ച അവസാനം അവൻ ക്രൂശിൽ രക്തം വാർമൊഴുകി മരിച്ചില്ലേ, അവിടെ കൊണ്ട് തീർന്നില്ല ഈ പുനരുദ്ധാനത്തിന് മാർഗം. പിടിച്ചുപോയോ യോഹന്നാനെ കൈകാലുകൾ ബന്ധിച്ച് തിളച്ചെണ്ണയിലേക്കിറങ്ങില്ലേ, അവിടെ കൊണ്ട് തീർന്നില്ല ഈ ജീവന്റെ മാർഗം. പിടിച്ചില്ലേ പ്രഥമമായി ജീവനോടെ കരുത്തിൽ ആളോട്ട് തൊലി കുറിച്ച് കൊണ്ടില്ലേ പ്രിയരെ, അവിടെ കൊണ്ട് തീർന്നില്ല ഈ പുനരുദ്ധാനത്തിന്റെ മാർഗം. പിടിച്ചു മത്തായി വാൾ കൊണ്ട് ചേർനം ചെയ്തില്ലേ, അവിടെ കൊണ്ട് തീർന്നില്ല. അവർ പിടിച്ചു തോമാസ്ലിഹായെ ഇന്ത്യയിൽ വയാപ്പൂർ വെച്ച് സൂര്യത്തിന് കുത്തിക്കൊന്നില്ലേ, അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം. ഇല്ലേ ഇല്ല. ആയിരങ്ങൾ ആയിരങ്ങൾ ആർത്തിരമ്പി കാലുകളുടെ നിലമ്പോട് വഴികൾ നടകേറി ഈ രക്തപുഷ്പങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാവത്തെ ഉത്തരവിടുവാൻ ഈ മണ്ണിൽ വളരുമ്പോൾ അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാതെ കൊണ്ടുവരി താഴെ പീഡന വിഭാഗശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും സ്വർഗ്ഗത്തിറങ്ങി വരും. അപ്പോൾ ഈ ക്രിസ്തുവിന് മരിച്ചുകൊണ്ടും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് ആകാശമേഖലയിലേക്ക് എടുക്കപ്പെടും പ്രിയരെ. അതുകൊണ്ടാണ് മരണത്തെ ഭയക്കാത്ത ഏക മാർഗം ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചാൽ പിന്നെ ജീവിക്കുമോ? ജീവിക്കും. എപ്പോൾ? യേശു ക്രിസ്തുവിൽ ആഹാരം ധരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് ആകാശത്തിൽ ക്രിസ്തുവിനെ പങ്കെടുക്കപ്പെടും. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഈ ഭൂമിയെ നീതിയോട് ഭരിക്കാൻ, ഈ ഭൂമിയെ യഥാർത്ഥമായി സത്യവും നീതിയും ധർമ്മവുമായി ലോകത്തെ സമത്വ സുന്ദര സഹോദരമായിട്ട് ഭരണം നടത്തുവാൻ ഒരു ഭരണകർത്താവ് മടങ്ങി വരാൻ പോകുന്നു. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ലോകചരിത്രം പരിശോധിച്ചാൽ ഇന്നുവരെ രാജാവായി ഭരിച്ചുണ്ടെങ്കിൽ അവൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. മറ്റെല്ലാ രാജാക്കന്മാരും പട്ടാഭിഷേകം കഴിഞ്ഞ് രാജാവായി മാറിയപ്പോൾ കിഴക്കിന്റെ വിദ്വാന ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ അന്വേഷിച്ചെത്തി യഹൂദന്മാർ രാജാവായി പറഞ്ഞവനെവിടെ? ജനിച്ചു മാസങ്ങളായില്ല, വർഷങ്ങളായില്ല. ആ ശിശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ശിശു ജനിച്ചിരിക്കുന്ന രാജാവായിട്ടാണ്. പ്രിയ സ്നേഹിതാവൻ ചക്രവർത്തി ചോദിച്ചു, നീ രാജാവ് തന്നെയോ? അവന് ഗവർണർ പിലാത്തോസ് ചോദിച്ചു, ഞാൻ രാജാവ് തന്നെയോ? യേശു ക്രിസ്തു ഭരിച്ചില്ല. അവന്റെ കാലുകളെ ക്രൂശിൽ നിങ്ങൾ നോക്കൂ, അനവധി മഹാനന്മാർ മരിച്ചു മാറ്റപ്പെട്ടു. ലോകത്ത് മരണവിധം രേഖപ്പെടുത്തി നസറേത്തുകാരനായ യേശു യഹൂദന്മാർ രാജാവ്. എബ്രായ ഭാഷ ദൈവം മോശയോട് സംസാരിച്ച ഭാഷ, ഗ്രീക്ക് ഭാഷ തത്വജ്ഞാനികളുടെ ഭാഷ, അത് ലാറ്റിൻ ഭാഷ, അവന് വളരെയും നിയമം രേഖപ്പെടുത്തിയ ഭാഷ എഴുതി വെച്ചില്ലേ? നസറേത്തുകാരനായ യേശു യഹൂദന്മാർ രാജാവ്. ജനിച്ചപ്പോൾ രാജാവ്, ജീവിച്ചപ്പോൾ രാജാവ്, മരിച്ചപ്പോൾ രാജാവ്, മരിച്ചുയർത്തെഴുന്നേറ്റ രാജാവ്, മടങ്ങി വരുന്ന രാജാതിരാജാവ്. ഇവനാണ് ഈസങ്ങൾ തോറ്റ, തത്വചിന്തകൾ തോറ്റ, കർമ്മകാണ്ഡങ്ങൾ തോറ്റ, കൂടിനിസം തോറ്റ, മാർക്സിസം തോറ്റ, അതുപോലെ സെറിനിസം തോറ്റ, എല്ലാ ഇസങ്ങളും തോറ്റുപോയ, എല്ലാ തത്വചിന്തകളും തോറ്റുപോയ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തോറ്റുപോയത് നീതിയുള്ള ഒരു ഭരണം ഈ പ്രപഞ്ചത്തിൽ ഭരിക്കുമെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന നീതിയുടെ രാജാവ്. ഈ രാജാവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ രാജാവിന്റെ രാജകീയമായിരിക്കുന്ന ക്രൈസ്തവ മാർഗത്തോട് ചേരുമ്പോൾ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ മതം മാറേണ്ട, മനം മാറിയാൽ മതി. നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വണ്ണം പ്രാർത്ഥിക്കുമോ ക്രിസ്തുവിനോട്? ദൈവത്തിന്റെ ആത്മാവാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. പാപിയാണെന്ന യാഥാർത്ഥ്യം ക്രൂശിലേക്ക് നോക്കി പാപപരിഹാരകനായ ക്രിസ്തുവിനോട് പറയുക, കർത്താവായ യേശുവേ, ഞാൻ പാപിയാണ്. എന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മതത്തിനോ ഒരു സൽക്കർമ്മങ്ങൾക്കോ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി അങ്ങ് മരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി അങ്ങ് മരിക്കുക മാത്രമല്ല, മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അങ്ങ് മാത്രം എന്നേക്ക് ജീവിക്കുന്നു. അല്ലയോ കർത്താവായ യേശുവേ, ഞാൻ ഇന്നു മുതൽ അങ്ങേ എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി,
എന്റെ ഹൃദയനാഥനായി, എന്റെ പ്രാണപ്രിയനായി ഞാൻ ഇതാണ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ജീവിച്ചാൽ അങ്ങേയ്ക്കായി ജീവിക്കും, പ്രവർത്തിച്ചാൽ അങ്ങേയ്ക്കായി പ്രവർത്തിക്കും. മരിക്കുന്നതിന് ക്രിസ്തുവിൽ ലാഭം. യേശു ക്രിസ്തുവേ വേഗം വരണമേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ആ നിമിഷം ഹൃദയത്തിലേക്ക് ക്രിസ്തു വരികയും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ഈ അടുത്തുക ഈ പള്ളിയുടെ താഴെ യേശു ക്രിസ്തുവിന്റെ പരമമായ സുവിശേഷം നമ്മൾ പ്രസംഗിച്ചു. ആർക്കെങ്കിലും ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ജീവിക്കും. യേശു ക്രിസ്തുവിന്റെ ദാഹനം കുടിക്കുമ്പോൾ മരിച്ച അക്ഷരായി നിൽക്കും, ജീവിച്ച് രൂപാന്തരപ്പെടും. തിരുവെളിച്ചൽ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു അല്ലാതെ വെളിപ്പെട്ടിരുന്ന പ്രിയരെ, ഇവനെ പോലെ ആരാധ്യനായിരിക്കുന്ന, ഇവനെ പോലെ പ്രഘോഷിക്കാൻ കൊള്ളാവുന്ന, ഇതുവരെ പോലെ അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവ് മറ്റേതില്ല പ്രിയരെ. അതാണ് ആകാശത്തിന് മനുഷ്യൻ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. നിത്യജീവിത അവകാശിയായി തീരുവാൻ ദൈവം ഈ ദേശത്തെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.